welcome to 90 Plus India's first animated live tuition. Hello മക്കളെ, എല്ലാവരും നല്ല അടിപൊളിയായിട്ടിരുന്നേ. ക്യാമറ ഓൺ ചെയ്ത് എന്താ തിരിഞ്ഞൊക്കെ ഇരിക്കണേ? യെസ്, ശിവാനി, ബിബിൻ. 2-3 ക്ലാസ്സും കൂടെ ഒക്കെ തന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പോർഷൻസ് തീർത്ത് പോയി തരാം. പോണില്ല, വെറുതെ പറഞ്ഞതാ. യെസ് ഐശ്വര്യ. എന്താ ഒരു ചൂട്? അർച്ചന ടീച്ചർ എല്ലാവരുടെ അടുത്തും ക്യാമറ ഓൺ ചെയ്യാൻ പറയുന്നുണ്ട്. ഒന്ന് ക്യാമറ ഓൺ ചെയ്തേ. ഇല്ല ഇല്ല ഇല്ല, ഒരു പ്രശ്നമില്ല. നിങ്ങൾ വന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാ. താങ്ക് യു. എന്താ നിങ്ങൾ ആരും വരാത്തെ? ഹായ് വൈഷ്ണവ്, വൈഷ്ണവ്, ഫാത്തിമ, നസ്രൻ, ഇവരൊക്കെ ഞാൻ ആദ്യമായിട്ട് കാണുന്നതാ. യെസ് ഫാത്തിമ, നമുക്ക് അവര് വരുന്ന ഒരു വർത്താനൊക്കെ പറയാം. എവിടെയാണ് നാട്? ഹലോ, സൗണ്ട് ഭയങ്കര കുറവാണ്. ഇവിടെ നല്ല സൗണ്ട് ഉണ്ടല്ലോ. സ്ക്രീൻ ബ്ലർ ആണോ? ഓക്കെ, അതിനിപ്പോ പരിഹാരം ഉണ്ടാക്കാം. കുഴപ്പമില്ലല്ലോ. ശരി, അതാ വൈറ്റ് സ്ക്രീൻ വന്നതിന്റെ, കുഴപ്പമൊന്നുമില്ല. നമുക്ക് വൈഷ്ണവനെ വിളിച്ചു നോക്കാം. വൈഷ്ണവ്, എന്നെ കേൾക്കാൻ പറ്റുന്നുണ്ടോ? പ്രോപ്പറായിട്ട് കേൾക്കാൻ പറ്റുന്നുണ്ട്, പക്ഷെ വൈഷ്ണവനെ എനിക്ക് കേൾക്കാൻ പറ്റുന്നില്ല. അതെന്താണ്? യെസ് യെസ്, ഇപ്പൊ കേൾക്കാം. യെസ്, വൈഷ്ണവ് കുറെ ദിവസമായോ ജോയിൻ ചെയ്തിട്ട്? ശനിയാഴ്ച ജോയിൻ ചെയ്തു. ഓക്കെ, വൈഷ്ണവ് സ്കൂളിലെ പോർഷൻസ് ഒക്കെ കഴിഞ്ഞോ? റിവിഷൻ തുടങ്ങിയോ? എന്താ കഥ? റിവിഷൻ തുടങ്ങി, അപ്പൊ ഇത് കഴിഞ്ഞു, അപ്പൊ കുഴപ്പമില്ല. അപ്പൊ എനിക്ക് ഡൗട്ട് ചോദിക്കാം വൈഷ്ണവിന്റെ അടുത്ത്. എന്നാണോ? അതെന്താ നീ സ്കൂളിൽ പോവാത്തെ? ദൈവമേ, നിങ്ങളൊക്കെ വലിയ വലിയ പുള്ളികളാണ്. ശരി വൈഷ്ണവ്, കുഴപ്പമില്ല കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി. എവിടെയാണ് വൈഷ്ണവിന്റെ വീട്? ട്രിവാൻഡ്രം. ട്രിവാൻഡ്രത്ത് എവിടെ? പൂജപ്പുര അറിയും ആണല്ലേ? അല്ല, ഞാൻ ആ ജയിലിലൊന്നും ആയിരുന്നില്ല. നിങ്ങളൊക്കെ നോക്കി പഠിപ്പിക്കുന്നു വേണ്ട. അതിന്റെ അടുത്ത് ഒരു റിസർച്ച് സെന്റർ ഉണ്ട്, അവിടെ കുറച്ചാൾ ഞാൻ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. 6 മാസം ഞാൻ തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്നു. ദൈവമേ, അപ്പോഴേക്കും ഇങ്ങനെ നോക്കി പേടിപ്പിക്കുക. ഇനി ടീച്ചർ എങ്ങാനും ജയിലിൽ നിന്ന് വന്നാണോന്ന് അറിയുന്നത്. വൈഷ്ണവ്, നിനക്ക് പറഞ്ഞു കൊടുത്തൂടെ ടീച്ചർ വലിയ കുഴപ്പമൊന്നുമില്ല? ഫാത്തിമയുടെ വീട് എവിടെ? മലപ്പുറത്ത് എവിടെ? ഓക്കെ. നിങ്ങളെല്ലാവരും ക്ലാസ് കണ്ടിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയട്ടോ. അതുപോലെ ഇതുവരെ കഴിഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും പഠിച്ചപ്പോൾ ബുദ്ധിമുട്ടുള്ളതൊക്കെ ഉണ്ടെങ്കിൽ അയച്ചു കൊടുക്കുക. അർച്ചന ടീച്ചറിനോട് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് സംസാരിച്ച് തീർക്കട്ടോ. എക്സാമിന്റെ ടൈം അതിന് വെച്ചോണ്ടിരുന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല. റിവിഷന് ഞാൻ ഒരു കാര്യം പറയാം, പുതിയ കുറെ പേരുണ്ട്, പുതിയ ആൾക്കാർക്ക് ചിലപ്പോൾ അറിയില്ല. റിവിഷന് നമ്മൾ ഫുൾ പോർഷൻസ് ഇരുന്ന് പഠിപ്പിക്കൊന്നുമില്ല, കാരണം നമുക്ക് അതിനുള്ള ടൈം ഇല്ല. അത് ഒരു സ്ഥലത്ത് പഠിപ്പിക്കില്ല, സ്കൂളിലാണെങ്കിലും പഠിപ്പിക്കില്ല, ഇവിടെയാണെങ്കിലും പഠിപ്പിക്കില്ല, എവിടെയും പഠിപ്പിക്കാൻ പോണില്ല. റിവിഷനിൽ ആകെ ചെയ്യാ, നമ്മൾ നിങ്ങളോട് പഠിക്കാൻ പറയുന്നു, നമ്മൾ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നു. ആ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് ഡെഫിനറ്റ്ലി നമ്മൾ സോൾവ് ചെയ്ത് തരും. അതുപോലെ നിങ്ങൾക്കുള്ളൊരു ഫ്രീഡം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് എന്ത് വേണേലും ഞങ്ങളോട് ചോദിക്കാലോ. നിങ്ങൾക്ക് ഇപ്പൊ ഒരു കാര്യം അറിയില്ല എന്നുണ്ടെങ്കിൽ അത് അറിയാത്ത പോലെ അവിടെ ഇരിക്കേണ്ട കാര്യമില്ലല്ലോ. എപ്പോ വേണമെങ്കിലും ചോദിച്ച ഉത്തരം പറയൂലോ. അപ്പൊ ക്വസ്റ്റ്യൻ ആയിട്ട് ഇനിയിപ്പോ ക്ലാസ്സിൽ ചോദിക്കാൻ മടിയുള്ള ഒരു ക്ലാസ്സിൽ ചോദിക്കേണ്ട, അത് കഴിഞ്ഞിട്ട് അർച്ചന ടീച്ചർക്ക് അയച്ചു കൊടുത്തിട്ട് ചോദിച്ചോ. ഓക്കെ, ഡൗട്ടായിട്ട് ആരും ക്ലാസ്സിൽ ഇരിക്കണ്ട. ശരി. ഇല്ല ജോയല്ലേ, എന്റെ തറവാട്ടിലെ പെരുന്നാളാ.
കൊറച്ചിയില്. എന്ത് ചെയ്യാനാ? ജോയലിന്റെ അവിടെ പെരുന്നാള്. ജോയൽ നിങ്ങളെയൊക്കെ ക്ഷണിച്ചാ? എന്നെ ക്ഷണിച്ചു. യെസ്, ആൽബിൻ. ആൽബിൻ കുറെ നാൾക്ക് ശേഷം തോന്നുന്നു നേരത്തിനൊക്കെ കയറിയിട്ടുണ്ട്. അപ്പൊ ജിമ്മി പോണില്ലേ? ചേട്ടാ അതൊക്കെ നിർത്തല്ലേ, അതൊക്കെ കണ്ടിന്യൂ ചെയ്യ്. ഷാഹിദിനെ ഞാൻ കണ്ടു, സ്ഥലമൊക്കെ മാറിയിരിക്കണ്ടല്ല. എല്ലാരും ക്യാമറ ഓൺ ചെയ്തേ. ആ മോർണിംഗ് പോയി. വെരി ഗുഡ്. പിന്നെ ഇനി ആരാ ഉള്ളേ ക്യാമറ ഓൺ ചെയ്യാത്ത? എന്റെ നെറ്റ് തീർന്നോന്നാ? എന്റെ നെറ്റ് അല്ലത് ഇവിടുത്തെ വൈഫൈയാ. തീർന്നു എന്നാണോ ഷാഹിദ് പറഞ്ഞേ? നെറ്റ് തീർന്ന് നീ വേറെ സ്ഥലത്തിരിക്കും. ടൈം ഇല്ലാത്ത കാരണം കൊണ്ട് ജിമ്മ് നിർത്തി. ആ ഹെൽത്ത് ഒക്കെ വേണമെന്ന് വെച്ച് നോക്കാം. ജിമ്മ് നിർത്തിയിട്ട് നിങ്ങൾ വീട്ടിൽ വർക്ക്ഔട്ട് ചെയ്തോ, ഒരു 15 മിനിറ്റ്സ് അല്ലെങ്കിൽ 20 മിനിറ്റ്സ്. ചെറിയ എന്തെങ്കിലുമൊക്കെ ആ ഒരു ടച്ച് കളയാതിരിക്കാൻ വേണ്ടി. ജിമ്മിൽ പോയി സമയം കളയണ്ട, എക്സാം കഴിഞ്ഞിട്ട് പോയാൽ മതി. ഓക്കെ, എല്ലാരും ക്യാമറ ഓൺ ചെയ്തേ. വീട്ടില് ശരിയാവില്ല. വീട്ടിൽ ശരിയില്ലാത്തത് നിങ്ങൾക്ക് മടിയായതുകൊണ്ടാണ്. അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ പറ്റും. മെയിൻറ്റെയിൻ ചെയ്യാനുള്ള പണിയൊക്കെ ചെയ്യാൻ പറ്റും. തുടങ്ങാം. എല്ലാവരും ചവച്ചരച്ച് തിന്നണ്ടല്ലോ എന്തെങ്ങാണ്ടൊക്കെ. കണ്ണിമലയാണ് ബിബിന്റെ. ഈ വീക്കാണോ? ചേട്ടാ അതിപ്പോ എല്ലായിടത്തും പെരുന്നാളായോണ്ട് ഞാൻ ഒരാളെങ്ങനെ എല്ലായിടത്തും വരുന്നേ? ആഗ്രഹം ഉണ്ടടാ, വെറുതെ വന്നിട്ട് ഫുഡ് കഴിച്ച് പൊക്കൂടെ. പക്ഷെ ഇങ്ങനെ എല്ലായിടത്തും വരാൻ പറ്റില്ലല്ലോ. ഇന്നുകൊണ്ട് കഴിയും. ശരി, നിങ്ങളൊക്കെ നേരത്തെ പറയണ്ടേ? ഇപ്പോഴാണോ പറയണേ ടീച്ചർ ഇപ്പോഴാ പെരുന്നാളെന്നൊക്കെ? ഓക്കെ, മിസ്സിന്റെ പകരം വേണമെങ്കിൽ ഷാഹിദ് വരാൻ. ഷാഹിദ് വീട്ടിലിരുന്ന് പഠിക്കാമോ? ബാക്കി എല്ലാരും ക്യാമറ ഓൺ ചെയ്ത്. സെൽവ, അഫ്രീന, സൈബ. വെടിക്കെട്ടുണ്ട്. യെസ്, വെടിക്കെട്ട് എനിക്കിഷ്ടം. എന്നിട്ട് നമ്മളിപ്പോ എവിടെയാ പഠിപ്പിച്ചുകൊണ്ടിരുന്നേ? നമ്മള് നമ്മുടെ 8th ചാപ്റ്ററിന്റെ ലാസ്റ്റ് പോർഷനിലാണ് നിൽക്കണത്. ദേവൻ സാർ എന്നിട്ട് സങ്കടം പറഞ്ഞത് ലാസ്റ്റ് പോർഷനിലാണ് നിൽക്കുന്നത്. എന്താണ്? ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ്. അതുകൂടെ കഴിഞ്ഞത് ഇത്തിരിയേ ഉള്ളൂ, ഒരു 5-8-10 സ്ലൈഡേ ഉള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചാപ്റ്റർ കഴിയും. നമ്മൾ ഇന്ന് ലാസ്റ്റ് ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്തിട്ടേ പോണുള്ളൂ. ഓക്കെ, ഇപ്പൊ എന്റെ മക്കൾ നോക്കിക്കോ. ക്വാളിറ്റേറ്റീവ് അനാലിസിസ്. ആദ്യം തന്നെ ക്വാളിറ്റേറ്റീവ് അനാലിസിസ്. ക്വാണ്ടിറ്റേറ്റീവ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, എന്തിന്റെങ്കിലും ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ആ ഒരു അളവ് കണ്ടുപിടിക്കുന്നതാണ് ക്വാണ്ടിറ്റേറ്റീവ്. അപ്പൊ ക്വാളിറ്റേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ? അതിന്റെ ക്വാളിറ്റി എന്ന് പറയുന്ന പോലെ തന്നെ അതിനകത്ത് എന്തൊക്കെ കണ്ടന്റുകൾ ഉണ്ടെന്ന് കണ്ടുപിടിക്കുന്നതാണ് ക്വാളിറ്റേറ്റീവ് അനാലിസിസ്. അപ്പൊ എഴുതിക്കോ, ക്വാളിറ്റേറ്റീവ് അനാലിസിസ്. അപ്പൊ മെയിൻ ആയിട്ടും ക്വാളിറ്റേറ്റീവ് അനാലിസിസിൽ നമ്മൾ ചെയ്യണത് ഡിറ്റക്ഷൻ ഓഫ് എലമെന്റ്സ്. ഏതൊക്കെ എലമെന്റ്സ് ആണ് നമ്മുടെ ആ പർട്ടിക്കുലർ ഓർഗാനിക് കോമ്പൗണ്ടിൽ പ്രസന്റ് ആയിട്ടിരിക്കണേന്ന്. അപ്പൊ മെയിൻ ആയിട്ട് നമ്മൾ ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ, സൾഫർ, ഹാലജൻസ് ആൻഡ് ഫോസ്ഫറസ്, ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഫോക്കസ് ചെയ്യുക. വലിയ കാര്യമായിട്ടൊന്നും എഴുതണ്ട, ഇങ്ങനെ ജസ്റ്റ് എഴുതി വെച്ചാൽ മതി. ക്വാളിറ്റേറ്റീവ് അനാലിസിസ് ടു ഡിറ്റക്ട് ഡിഫറെന്റ് എലമെന്റ്സ്. എന്നിട്ട് ബ്രാക്കറ്റില് കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ, ഹാലജൻ, ഫോസ്ഫറസ്. ഇങ്ങനെ എഴുതേണ്ട കാര്യമുള്ളൂ. ഇപ്പോ എക്സാമിന് ഇങ്ങനെ എഴുതിയിട്ട് കാര്യമില്ല കേട്ടാ. ഇപ്പൊ ഇങ്ങനെ എഴുതിയാൽ മതി. ഇപ്പൊ നമ്മൾ വെറുതെ നോട്ട് എഴുതേണ്ടതല്ലേ? കഴിഞ്ഞില്ലേ? യെസ്. ഇനി എന്റെ മക്കളപ്പോ എഴുതിക്കോ. ആദ്യം തന്നെ ചെയ്യുന്ന ടെസ്റ്റ് ആണ് കഴിഞ്ഞില്ല. അതാ ഞാൻ പറഞ്ഞത് മുഴുവൻ വലിച്ചു വാരി എഴുതല്ലേ ചേട്ടാ. ഇങ്ങനെ വലിച്ചു വാരി എഴുതും LKG പിള്ളേരെ പോലെ. വലിയ കാര്യം. എന്നിട്ട് എക്സാമിന് എഴുതുക വല്ലത് ഇതൊക്കെ? അതില്ല.
ശരി, എഴുതിക്കോ. അതിനുവേണ്ടി നമ്മൾ എടുക്കുന്ന ടെസ്റ്റ് ആണ് ലസൈൻസ് ടെസ്റ്റ്. ഓക്കെ, ഈ ലസൈൻസ് ടെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ ലസൈൻസ് എക്സ്ട്രാക്ട് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടാക്കണം. ഓക്കെ, ലസൈൻസ് എക്സ്ട്രാക്ട് നമ്മൾ ആ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഒരു കുഞ്ഞു ടെസ്റ്റ് ട്യൂബ്. ഓക്കെ, നിങ്ങൾ ടെസ്റ്റ് ട്യൂബ് എന്നല്ല അതിന് പറയാട്ടാ, നിങ്ങള് എന്താ പറയുക, ഒരു ഫ്യൂഷൻ ട്യൂബ് എന്നാണ് അതിന് പറയാം. നിങ്ങൾ യൂഷ്വലി കാണുന്ന ടെസ്റ്റ് ട്യൂബ് ഒരു ഹാൻഡിന്റെ സൈസ് ഒക്കെ ഉണ്ടാവില്ലേ, ഒരു കൈയുടെ ഫുൾ വലിപ്പൊക്കെ ഉണ്ടാവില്ലേ, ഈ ട്യൂബ് ആകെ ഇത്ര ഉണ്ടാവുള്ളൂ, ഇത്രയും പോകുന്നൊരു ട്യൂബ്. ഓക്കെ, അതാണ് ഫ്യൂഷൻ ട്യൂബ് എന്ന് പറയുന്നത്. അപ്പൊ ഒരു കുഞ്ഞ് ട്യൂബ് എടുക്കും, ആ ട്യൂബിലേക്ക് നമ്മളൊരു കുഞ്ഞ് പീസ് ഓഫ് സോഡിയം ഇടും. സോഡിയം നമ്മൾ നോർമൽ ആയിട്ട് എയറിൽ വെക്കോ? ഇല്ലല്ലോ, കെറോസിനിലാണ് സ്റ്റോർ ചെയ്യുക. അപ്പൊ നമ്മൾ കെറോസിനിൽ നിന്ന് ഒരു കുഞ്ഞ് കഷ്ണം സോഡിയം പുറത്തേക്ക് എടുക്കുന്നു, അതിൽ നിന്ന് ഒരു കുഞ്ഞ് പീസ് കട്ട് ചെയ്തെടുക്കുന്നു. ആ കുഞ്ഞ് പീസ്, ഇപ്പൊ ഞാൻ പറഞ്ഞു ഒരു കുഞ്ഞ് ട്യൂബാണ്, ആകെപ്പാടി കുഞ്ഞ് വലിപ്പം ഉണ്ടാവുള്ളൂ, അതിനകത്ത് ഇതേ ഒരു കുഞ്ഞ് പീസ് സോഡിയം ഇടും. ഓക്കെ, ഇതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. എന്നിട്ട് ഞാൻ അതിനെ ടോങ്സ് വെച്ച് പിടിക്കും, അല്ലാണ്ട് കൈ കൊണ്ട് പിടിച്ച് ചൂടാക്കാൻ പറ്റില്ലല്ലോ. എന്നിട്ട് ഞാൻ ബൺസൺ ബേർണറിൽ കൊണ്ടുപോയിട്ട് അതിനെ ചൂടാക്കും. എവിടം വരെ? റെഡ് ഹോട്ട്. അതായത് ഞാൻ ഇങ്ങനെ ചൂടാക്കി ഇതിന്റെ ഈ അടിഭാഗം ഇല്ലേ, ആ ട്യൂബിന്റെ അടിഭാഗം നല്ല കനല് പോലെ റെഡ് കളറാവും. ഓക്കെ, റെഡ് ഹോട്ട് ആവണ വരെ ഞാൻ ചൂടാക്കും. അങ്ങനെ ചൂടാക്കി കഴിഞ്ഞു കഴിഞ്ഞാല് വേറെ ഒരു ട്യൂബിനകത്ത് അല്ലെങ്കിൽ ഒരു എന്താ പറയാ, ഒരു കോണിക്കൽ ഫ്ലാസ്ക് പോലെ എന്തെങ്കിലും നിങ്ങൾക്ക് അവിടെ തരുന്ന സെറ്റപ്പ് നിങ്ങൾക്ക് ചെയ്യാനില്ലല്ലോ. സയൻസ് ഞങ്ങൾക്ക് കോളേജിലായിരുന്നു ചെയ്യാനുണ്ടാവാൻ ചാൻസ് ഇല്ല. ഇപ്പൊ ഓർഗാനിക് ഒക്കെ ടെസ്റ്റ് ഒക്കെ കളഞ്ഞു നിങ്ങൾക്ക് ഇല്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാ, ഈ സാധനത്തെ എടുത്തിട്ട് 10 ml ഡിസ്റ്റിൽഡ് വാട്ടർ. അത് എന്തുകൊണ്ട് ഡിസ്റ്റിൽഡ് വാട്ടർ എന്ന് പറയുന്നത്? കാരണം നമ്മൾ ആ പർട്ടിക്കുലർ കോമ്പൗണ്ട്, നമ്മുടെ ഓർഗാനിക് കോമ്പൗണ്ടിൽ എന്തൊക്കെ എലമെന്റ്സ് ഉണ്ടെന്നാണ് ടെസ്റ്റ് ചെയ്യാൻ പോണത്. ഓക്കെ, ഡിസ്റ്റിൽഡ് വാട്ടർ അല്ല, നിങ്ങൾ വേറെ വല്ല വെള്ളം എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് വല്ല ക്ലോറിൻ കണ്ടന്റ് ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ ഇതിൽ കണ്ടുപിടിക്കും. മനസ്സിലായ? അതുകൊണ്ടാണ് ഡിസ്റ്റിൽഡ് വാട്ടർ എടുക്കാൻ പറയുന്നത്. ഇതൊക്കെ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസിൽ സബ് ക്വസ്റ്റ്യൻസ് വരാൻ പോണ കാര്യങ്ങളാ. ഇതൊക്കെ ഇപ്പൊ കേൾക്കും, എന്നിട്ട് തലയാട്ടി പോകുന്നൊരു ക്വസ്റ്റ്യൻ വരുമ്പോ ഇതൊക്കെ എവിടെന്നാന്ന് ചോദിക്കും. എന്നിട്ട് എന്താ കഥ എന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാല്, ഞാൻ റെഡ് ഹോട്ട് ആക്കിയില്ലേ, റെഡ് ഹോട്ട് ആക്കിയിട്ടാണ് കൊണ്ടുപോയിട്ട് വെള്ളത്തിലിടുന്നത്. അപ്പൊ തന്നെ ആ ട്യൂബ് പൊട്ടും. ഓക്കെ, ആ ട്യൂബ് പൊട്ടി കഴിഞ്ഞതിന് ശേഷം ആ ഒരു 10 ml വെള്ളത്തിലേക്കല്ലേ ഇട്ടത്, ആ 10 ml വെള്ളത്തിന് ഞാൻ ബോയിൽ ചെയ്യും. ഓക്കെ, തിളപ്പിക്കും. തിളപ്പിച്ചിട്ട് ഞാൻ എന്തിനെ ഫിൽട്ടർ ചെയ്യുന്നത്? എന്റെ ട്യൂബ് പൊട്ടിയില്ലേ, അതിന്റെ ഗ്ലാസ് മെറ്റീരിയൽസ് അതിനകത്ത് കിടപ്പുണ്ടാവും, അത് കളയാൻ വേണ്ടിയിട്ട് ഞാൻ അതിനെ ഫിൽട്ടർ ചെയ്യും. ആ ഫിൽട്ടർ ചെയ്തതിനു ശേഷം കിട്ടുന്ന വെള്ളം, അതാണ് എന്റെ ഫിൽട്രേറ്റ്. ഓക്കെ, ആ ഫിൽട്രേറ്റിനെയാണ് ഞാൻ ലസൈൻസ് എക്സ്ട്രാക്ട് അല്ലെങ്കിൽ സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്ട് എന്ന് പറയുന്നത്. ഈ എക്സ്ട്രാക്ട് വെച്ചിട്ടാണ് ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നത്? എന്റെ ലസൈൻസ് ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഈ കഥ പോലെ ഞാൻ പറഞ്ഞു തരുന്നത് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിങ്ങനെ കാണാപ്പടം പഠിച്ചാൽ മതി എന്ന് പറയാൻ എളുപ്പമാണ്. സ്കൂളിലെ ടീച്ചേഴ്സ് അങ്ങനെ പറയുള്ളൂ, ലസൈൻസ് ടെസ്റ്റ് എന്തായാലും വരും, എക്സ്ട്രാക്ട് ഉണ്ടാക്കാൻ പഠിച്ചോ എന്ന് പറയും. അങ്ങനെയല്ല കഥ. അപ്പൊ ആലോചിക്കുക, ഇത്രയും മൂന്നൊരു ട്യൂബാണ് ആകപ്പാടെ. ആ ട്യൂബിനകത്തേക്ക് ഒരു കുഞ്ഞ് പീസ് ഓഫ് സോഡിയം, അത് പൊട്ടിച്ചിട്ടാണ് ചെയ്യുക. അത് പൊട്ടിക്കാൻ വാങ്ങണതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ കഥ അങ്ങനെ തന്നെയാ. അപ്പൊ നിങ്ങൾ കേക്ക്, പടക്ക് നിങ്ങൾ എന്തിനാ വാങ്ങാ? പടക്കം പൊട്ടിക്കാനല്ലേ, അല്ലാണ്ട് അതിനെ നോക്കി ചിരിച്ചിട്ട് കാര്യമില്ലല്ലോ. അതേപോലെയൊക്കെ തന്നെ. അപ്പൊ ഇത്രയും പോകുന്ന ഒരു ടെസ്റ്റ് ട്യൂബ് പോലത്തെ ഒരു സാധനം, അതിനെ നമ്മൾ വിളിക്കുക ഫ്യൂഷൻ ട്യൂബ്. ഓക്കെ, ആ ഫ്യൂഷൻ ട്യൂബ് മേടിക്കുന്നു. അതിനകത്ത് നമ്മൾ എന്താ ചെയ്യുന്നത്? അതിനകത്ത് നല്ല തരം ട്യൂബ് നോക്കിയെടുക്കണം, അങ്ങനെ കുറെ കണ്ടീഷൻസ് ഉണ്ട്. അതൊന്നും നിങ്ങൾക്ക് വേണ്ട, നിങ്ങൾക്ക് ആകെ എക്സ്ട്രാക്ട് അത് കാണാൻ രസമുണ്ടെന്ന്. ശരി, ഒരു കുഞ്ഞ് ട്യൂബ് എടുക്കുക, ആ ട്യൂബിനകത്തേക്ക് ഒരു കുഞ്ഞ് പീസ് ഓഫ് സോഡിയം കട്ട് ചെയ്തിടുക. ഓക്കെ, അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യാ? അതിനെ നിങ്ങൾ ഹീറ്റ് ചെയ്യുക. ഹീറ്റ് ചെയ്ത് കുറച്ചു നേരം കഴിയുമ്പോൾ ആ ട്യൂബിന്റെ അടിഭാഗം റെഡ് ഹോട്ട് ആവും. അതായത് നിങ്ങൾ കനലൊക്കെ ചൂടായിട്ടിരിക്കണ കണ്ടിട്ടില്ലേ, നല്ല റെഡ് ആയിട്ട്. അതേപോലെ ഈ ടെസ്റ്റ് ട്യൂബിന്റെ അടിഭാഗം, ടെസ്റ്റ് ട്യൂബ് അല്ല ഫ്യൂഷൻ ട്യൂബിന്റെ അടിഭാഗം നല്ല റെഡ് ഹോട്ട് ആയിട്ട് ഇരിക്കണ കാണും. അത് നിങ്ങൾക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റും, നല്ല റെഡ് ആയിട്ട് ഇരിക്കണത്. അങ്ങനെ റെഡ് ആയിട്ട് കാണുമ്പോൾ ആ ട്യൂബിനെ എടുത്തിട്ട് 10 ml ഡിസ്റ്റിൽഡ് വാട്ടറിൽ ഇടാ. അപ്പൊ തന്നെ അത് പൊട്ടും. നിങ്ങൾ വീട്ടിൽ ആരെങ്കിലും ഓംലെറ്റ് ഒക്കെ ഉണ്ടാക്കാറുണ്ടോ? ഉണ്ടാക്കി കഴിഞ്ഞ് അപ്പൊ തന്നെ ആ പാൻ കൊണ്ട് വെള്ളത്തിൽ വെക്കില്ലേ, വെള്ളം ഒഴിച്ചിട്ട് അപ്പൊ ഇങ്ങനെ വെള്ളം ഇങ്ങനെ തെറിക്കില്ലേ? അതേപോലെ തന്നെ. ഓക്കെ, അതേപോലെ തന്നെയാണ് ഈ ട്യൂബ് കൊണ്ടിടുമ്പോൾ അത് പൊട്ടിത്തെറിക്കും. ഓക്കെ, അങ്ങനെ പൊട്ടിത്തെറിച്ചു കഴിയുമ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു. ആ കിട്ടുന്ന സൊല്യൂഷൻ, ആ പൊട്ടിത്തെറിച്ച് 10 ml വാട്ടർ ഇല്ലേ, ആ 10 ml വാട്ടറിനെ ഞാൻ ബോയിൽ ചെയ്യും. ബോയിൽ ചെയ്തിട്ട് ഫിൽട്ടർ ചെയ്യും. ഫിൽട്ടർ ചെയ്യുന്ന എന്തിനാ? അതിനകത്ത് പൊട്ടിക്കിടക്കുന്ന ഗ്ലാസ് പാർട്ടിക്കിൾസിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ കിട്ടുന്നതാണ് എന്റെ സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്ട് അല്ലെങ്കിൽ ലസൈൻസ് എക്സ്ട്രാക്ട്. ഇവിടെ നമ്മുടെ ടെസ്റ്റ് കഴിഞ്ഞിട്ടില്ല, നമ്മുടെ ടെസ്റ്റിന്റെ ഫസ്റ്റ് പാർട്ടാണ്. ഓക്കെ, ആ ഫസ്റ്റ് പാർട്ടേ കഴിഞ്ഞിട്ടുള്ളൂ. യെസ്, ഒരു സൗണ്ട് കേൾക്കുക, അത് ഭയങ്കര സാറ്റിസ്ഫൈങ്. ശരിക്കും ഇത് ലാബിൽ ചെയ്യുമ്പോൾ ഭയങ്കര സാറ്റിസ്ഫൈങ്, പക്ഷെ ടെസ്റ്റ് ഒന്നും കിട്ടില്ല എന്നേ ഉള്ളൂ. ഏത് ചാപ്റ്റർ ആന്നാ? ചാപ്റ്റർ നമ്പർ 8.
ഓർഗാനിക് കോമ്പൗണ്ട്സ്, സം ഓർഗാനിക് കെമിസ്ട്രി, അങ്ങനെയല്ലേ? ആ, സം സ്പെസിഫിക് ടെസ്റ്റ് ആൻഡ് അങ്ങനെ എന്തോ ആയിരുന്നല്ലോ. അതെ, ശരി. അങ്ങനെയാണ് സംഭവം. അപ്പൊ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു. ഇത് എഴുതി വെച്ചാ ആരെങ്കിലൊക്കെ? കഴിഞ്ഞില്ലേ? ഇനി നമ്മൾ നോക്കിക്കോ. ഇനി നമുക്ക് ഇതിനകത്തുനിന്ന് നമ്മുടെ ആ പ്രിപ്പയർ ചെയ്ത നമ്മുടെ ലസൈൻസ് എക്സ്ട്രാക്ട് വെച്ചിട്ട് നൈട്രജനെ ടെസ്റ്റ് ചെയ്യണം, സൾഫറിനെ ടെസ്റ്റ് ചെയ്യണം, ഹാലജൻസിനെ ടെസ്റ്റ് ചെയ്യണം. അപ്പൊ നിങ്ങൾ എഴുതിക്കോ. നമ്മൾ ആദ്യം ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ നൈട്രജനെയാണ്. ഓക്കെ, അപ്പൊ എന്റെ മക്കള് സൈഡിൽ ചെറുതായിട്ട് ഇത് ക്ലിയർ അല്ലേ നിങ്ങക്ക്? ഒരൊറ്റ മിനിറ്റ് നോക്കട്ടെ. ക്ലിയർ ആണ്. എനിക്ക് പെട്ടെന്ന് കണ്ടപ്പോ ക്ലിയർ അല്ലാത്ത പോലെ തോന്നി. ശരി, അപ്പൊ മക്കൾ എഴുതിക്കോ. ആദ്യം തന്നെ നമ്മൾ നൈട്രജൻ ആണ് ടെസ്റ്റ് ചെയ്യാൻ പോണത്. അപ്പൊ നമ്മളിപ്പോ ഒരു ഫ്യൂഷൻ എക്സ്ട്രാക്ട് ഉണ്ടാക്കിയില്ലേ, അതിനകത്തുനിന്ന് കുറച്ചെടുക്കുന്നു. അത് ഫുൾ എടുത്തപ്പോ നൈട്രജൻ ചെയ്താൽ ബാക്കി ചെയ്യാൻ എനിക്ക് പറ്റില്ലല്ലോ. അപ്പൊ ആ 10 ml വല്ല 2 ml 3 ml അങ്ങനെ ഞാൻ എടുക്കും. ഓക്കെ ഡെൽവിൻ, ഇറ്റ്സ് ഓക്കെ. ഒന്ന് അർച്ചന മാമിന്റെ അടുത്ത് പറഞ്ഞാൽ മതി കേട്ടോ. അപ്പൊ എന്റെ മക്കൾ എന്ത് ചെയ്യാ? ഒരു നല്ല ടെസ്റ്റ് ട്യൂബ് എടുക്കുക. ആ ടെസ്റ്റ് ട്യൂബിനകത്തേക്ക് എന്ത് ചെയ്യാ? ഒരു 2 ml എങ്ങാനും എന്ത് ആഡ് ചെയ്യാ? നമ്മുടെ ഫ്യൂഷൻ എക്സ്ട്രാക്ട് ആഡ് ചെയ്യുക. അതിനകത്തേക്ക് ഫ്രഷ്ലി പ്രിപ്പയർഡ് ഫെറസ് സൾഫേറ്റ്, അതായത് ഫെറസ് സൾഫേറ്റിന്റെ ക്രിസ്റ്റൽസ് അവിടെ ഇരിപ്പുണ്ടാവും. അത് ഫ്രഷ്ലി പ്രിപ്പയർ ചെയ്യാന്ന് പറഞ്ഞാൽ അത് കുറച്ചെടുത്തിട്ട് വെള്ളത്തിൽ ഡിസോൾവ് ചെയ്യുക. അതാണ് ഫ്രഷ്ലി പ്രിപ്പയർഡ്. പണ്ട് ഉണ്ടാക്കി വെച്ചത് പറ്റില്ല. ഓക്കെ, അപ്പൊ കുറച്ച് ഫ്രഷ്ലി പ്രിപ്പയർഡ് 1 ml ഫ്രഷ്ലി പ്രിപ്പയർഡ് FeSO4 ഒഴിക്കുക. അതിനെ നമ്മൾ വീണ്ടും ബോയിൽ ചെയ്യുന്നു, കൂൾ ചെയ്യുന്നു. അസിഡിഫൈ ചെയ്യാന്ന് പറഞ്ഞാൽ ഒരിച്ചിരി ആസിഡ് കണ്ടന്റ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. ഒരിച്ചിരി ഡൈല്യൂട്ട് H2SO4 ഒഴിക്കുക. ഇങ്ങനെ ഒഴിക്കണ സമയത്ത് നിങ്ങളുടെ ആ ടെസ്റ്റ് ട്യൂബില് ഒരു ബ്ലൂ കളറേഷൻ കാണാണെങ്കിൽ, ഒരു പ്രഷ്യൻ ബ്ലൂ എന്നൊക്കെ പറയും, നല്ലൊരു ബ്ലൂ അത്. ഓക്കെ, പ്രഷ്യൻ ബ്ലൂ എന്ന് പറയുന്നത്. അപ്പൊ പ്രഷ്യൻ ബ്ലൂ കിട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ പർട്ടിക്കുലർ ഓർഗാനിക് കോമ്പൗണ്ടിൽ എന്തുണ്ട്? നൈട്രജൻ ഉണ്ട്. ഓക്കെ, അപ്പൊ നമ്മുടെ ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞു അല്ലേ? കഴിഞ്ഞു. എഴുതി വെക്കി. ഇത് ഇങ്ങനെ തന്നെ പകർത്തണ്ട. ഇനി ഞാൻ വേറൊരു കാര്യം പറയട്ടെ. നിങ്ങൾ ബ്ലൂ കളറേഷനെ എഴുതി വെച്ചിട്ട് കാര്യമില്ല. ഈ പ്രഷ്യൻ ബ്ലൂ എന്ന് പറഞ്ഞ വാക്ക് ഭയങ്കര ഇമ്പോർട്ടന്റ്. പ്രഷ്യൻ ബ്ലൂ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാലാണ് നൈട്രജൻ കൺഫേംഡ് എന്ന് പറയാൻ പറ്റുള്ളൂ. ഐശ്വര്യ, ഫാത്തിമ സന, വൈഗ സുബിൻ, ശിവാനി, അഭിരാം കല്യാൺ, ബിബിൻ ജോർജ്, ചാരുദത്ത് ആർ, മുഹമ്മദ് നിഹാൽ, വിശാഖ് PD ആൻഡ് വിഷ്ണു. ഇത്രയും പേര് തന്നെ നോട്ട് കാണിക്കാൻ നിൽക്കണം കേട്ടാ. എഴുതി കഴിഞ്ഞിട്ട് പറയട്ടോ. ഫസ്റ്റ് മാത്രം ഇപ്പൊ എഴുതിയാൽ മതി, മറ്റേത് ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് മതി. അടുത്തത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത് ഹാലജൻസിനെ ഐഡന്റിഫൈ ചെയ്യാൻ. ഹാലജൻസ് എന്ന് പറഞ്ഞാൽ ആരൊക്കെയാ? ഹാലജൻ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ക്ലോറിൻ, ഫ്ലൂറിൻ, ബ്രോമിൻ, അയഡിൻ എന്നൊക്കെ പറയുന്ന ആൾക്കാർ. ഓക്കെ, അത് ഐഡന്റിഫൈ ചെയ്യാനുള്ള ടെസ്റ്റ് ആണ് അടുത്തത്. എഴുതിക്കോ, ഹാലജൻ. ഓക്കെ, അപ്പൊ ഈ 3 ഐഡന്റിഫൈ ചെയ്യാനുള്ള ടെസ്റ്റ് ഒന്നാണ്. ഓക്കെ, അതിനുശേഷം അതിന്റെ റിസൾട്ടിനനുസരിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യണത്? ഓക്കെ, അതിന്റെ റിസൾട്ടിനനുസരിച്ചിട്ടാണ്. ഓക്കെ ദേവപ്രിയ, കുഴപ്പമില്ല. അതിന്റെ റിസൾട്ടിനനുസരിച്ചിട്ടാണ് നമ്മൾ ഏത് ഹാലജൻ ആണെന്ന് പറയുന്നത്. അപ്പൊ ആ ടെസ്റ്റ് ഇത്രയേ ഉള്ളൂ. ആ ടെസ്റ്റിന് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്ട് എടുക്കുന്നു. ഒരു 1 ml 2 ml നമ്മൾ ഒരു ടെസ്റ്റ് ട്യൂബിലേക്ക് ഒഴിക്കുന്നു. അതിനകത്തേക്ക് നോക്കിക്കോ, ഡൈല്യൂട്ട് HNO3 കുറച്ച് ഒഴിക്കുന്നു, ബോയിൽ ചെയ്യുന്നു. ഓക്കെ, ബോയിൽ ചെയ്ത് കൂൾ ചെയ്തതിന് ശേഷം, ആഫ്റ്റർ ബോയിലിംഗ് ആൻഡ് കൂൾ ചെയ്തതിന് ശേഷം ഞാൻ കുറച്ച് സിൽവർ നൈട്രേറ്റ് ആഡ് ചെയ്യും. ഓക്കെ, ഈ കാര്യമാണ് എന്റെ പ്രൊസീജിയർ. ഇത് കഴിയുമ്പോ എനിക്കൊരു വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ, ഓക്കെ, 3 ടൈപ്പ് ഓഫ് പ്രസിപ്പിറ്റേറ്റ് കിട്ടാം. വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് കിട്ടാം, പെയിൽ യെല്ലോ പ്രസിപ്പിറ്റേറ്റും ബ്രൈറ്റ് യെല്ലോ പ്രസിപ്പിറ്റേറ്റും. ഓക്കെ, വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ആണ് നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുക. അപ്പൊ തന്നെ പറയാൻ നിൽക്കേണ്ട ക്ലോറിനാന്ന്.
ഒരു ടെസ്റ്റും കൂടെ അവിടെ ചെയ്യണം. ആ വൈറ്റ് പ്രസിപ്പിറ്റേറ്റിലേക്ക് കുറച്ച് അമോണിയം ഹൈഡ്രോക്സൈഡ് ആഡ് ചെയ്യാം. അങ്ങനെ ഒരു കെമിക്കൽ അവിടെ കിട്ടും. ഓക്കെ, അത് ആഡ് ചെയ്യുമ്പോൾ ഈ വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് അലിഞ്ഞു പോയി കഴിഞ്ഞു കഴിഞ്ഞാല് നമുക്ക് എന്ത് പറയാം? എന്റെ ഓർഗാനിക് കോമ്പൗണ്ടിൽ ക്ലോറിൻ ഉണ്ട്. ഇനി മറിച്ച് നിങ്ങൾക്ക് വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് സൊല്യൂബിൾ ഇൻ NH4OH അല്ല കിട്ടിയെന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് കിട്ടിയത് ഒരു പെയിൽ യെല്ലോ പ്രസിപ്പിറ്റേറ്റ് ആണ്. അതും ഇതുപോലെ തന്നെ NH4OH ഒഴിച്ചു കഴിഞ്ഞപ്പോൾ അത്യാവശ്യമൊക്കെ സൊല്യൂബിളൈസ് ആയിപ്പോയി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിനുള്ള റീസൺ ബ്രോമിൻ ആണ്. ബ്രോമിൻ എന്ന് പറഞ്ഞ സാധനം എന്റെ ഓർഗാനിക് കോമ്പൗണ്ടിലുണ്ട്. ഓക്കെ, ഇനി ഇതൊന്നുമല്ല, ഒരു ബ്രൈറ്റ് യെല്ലോ പ്രസിപ്പിറ്റേറ്റ് ആണ് കിട്ടിയത്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ ചെയ്ത പോലെ NH4OH ഒഴിച്ചു. അപ്പോ സിമിലർ ആയിട്ട് ഞാൻ വിചാരിച്ചു അലിഞ്ഞു പോകുന്നു. ഇതാണെങ്കിൽ അലിഞ്ഞും പോണില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിനുള്ള റീസൺ അയഡിൻ ആണ്. ഓക്കെ, അപ്പൊ ഞാൻ പറയാം, നമ്മൾ ആദ്യം തന്നെ മൂന്നെണ്ണം കഴിഞ്ഞിട്ട് ഞാൻ റിപ്പീറ്റ് ചെയ്യാം. ഇത് എഴുതട്ടോ, ഇത് കഴിഞ്ഞതിന് ശേഷം ഞാൻ റിപ്പീറ്റ് ചെയ്യാം. presence of iodine. ദേവപ്രിയ, ഡെൽവിൻ ഇൻഫോംഡ് ആണ്. അമൃത ഇൻഫോംഡ് ആണ്. അഫ്രീന, സെയ്ബ ആൻഡ് അനിത ക്യാമറ ഓൺ ചെയ്യണം കേട്ടോ. അഫ്രീന, സെയ്ബ ആൻഡ് അനിത. നിങ്ങൾക്കൊക്കെ എന്താണ് ഇത്ര മടി ക്യാമറ ഓൺ ചെയ്യാൻ? ശരി, കഴിഞ്ഞോ? സൾഫറും കൂടി ഉള്ളൂ. കഴിഞ്ഞ ഫോസ്ഫറസിനെ പഠിപ്പിക്കുന്നത് കാര്യം. ഇത് കഴിഞ്ഞോ? ഇല്ലാന്നാ. എടാ, അതാ ഞാൻ പറഞ്ഞത്, ഈ ടേബിൾ ഞാൻ കാണിച്ചെന്ന് വിചാരിച്ചത് ഇങ്ങനെ പകർത്താൻ നിൽക്കല്ലേ. നിങ്ങൾ എന്ത് ചെയ്യാ? നിങ്ങൾ എക്സ്പെരിമെന്റ് എഴുതിയിട്ട് നിങ്ങളൊരു ഒരു എന്താ പറയാ, ഒരു ഫ്ലോ ചാർട്ട് പോലെ എങ്ങനെ എഴുതാം. ഇങ്ങനെ ഇപ്പൊ ഇവിടെ എഴുതാൻ സ്ഥലമില്ലേ, ഞാൻ കാണിച്ചു തരാം. ഇതിനകത്ത് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്ട്, എന്നാലേ ഓർക്കുള്ളൂ. സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്ട് പ്ലസ് dilute HNO3, boil and cool, പ്ലസ് അതിനുശേഷം നിങ്ങൾ എന്താ ആഡ് ചെയ്തത്? AgNO3, സിൽവർ നൈട്രേറ്റ്. ഇത്ര കഴിഞ്ഞില്ലേ? ഇത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് 3 റിസൾട്ട് വരാം. എന്തൊക്കെ റിസൾട്ട് ഞാൻ പറഞ്ഞത്? വൈറ്റ് PPT, പെയിൽ യെല്ലോ PPT, ബ്രൈറ്റ് യെല്ലോ PPT. ഇതെല്ലാം നമ്മൾ എന്തിനകത്താണ് നമ്മുടെ സൊല്യൂബിലിറ്റി ചെക്ക് ചെയ്യുന്നത്? NH4OH-ലാണ്. ഇതെന്താണ് കണ്ടീഷൻ? കംപ്ലീറ്റ്ലി സൊല്യൂബിൾ. കംപ്ലീറ്റ്ലി സൊല്യൂബിൾ ഇൻ NH4OH. ഇത് പാർഷ്യലി സൊല്യൂബിൾ. ഇതിപ്പോ നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ പഠിക്കാം, കണക്ട് ചെയ്ത്. പാർഷ്യലി സൊല്യൂബിൾ ഇൻ NH4OH. ലാസ്റ്റത്തെ സാധനോ? നോട്ട് സൊല്യൂബിൾ. ഇനി ഇത് ഏതൊക്കെ സാധനങ്ങളായിരുന്നു? ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ. ഇങ്ങനെയാണ് എഴുതേണ്ടത് ഒരു നോട്ട്ബുക്കിൽ. നോട്ട് എന്ന് പറഞ്ഞാൽ സ്കൂൾ നോട്ട് ഡിഫറെന്റ് ആയിക്കോട്ടെ. അതാ ഞാൻ പറഞ്ഞത്, എന്റെ ട്യൂഷൻ നോട്ടിൽ ഇങ്ങനെ വലിച്ചു വാരി എഴുതല്ലേ. ഇങ്ങനെ ഒരു ടേബിൾ എഴുതി വെച്ചാൽ പിന്നീട് നിങ്ങൾ പഠിക്കുന്ന സമയത്ത് തുറക്കുമ്പോൾ നിങ്ങൾക്ക് വല്ലതും ഓർമ്മ വരും. ഈ ടെക്സ്റ്റ് ബുക്കിൽ അച്ചടിച്ച പോലെ തന്നെ ഇതിനകത്ത് എഴുതി വെച്ചിട്ട് എന്ത് കാര്യമുണ്ട്? കഴിഞ്ഞോ? ഇപ്പൊ എല്ലാവരും എഴുതി കഴിഞ്ഞോ? നമുക്ക് സൾഫറിന്റെ ടെസ്റ്റ് പറയാലോ. പിന്നെ മക്കൾ നോക്കിക്കോ, സൾഫറിന്റെ ടെസ്റ്റിന് വേണ്ടിയിട്ട് ഞാൻ എന്താ ചെയ്യണേന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാല്, എന്റെ സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്റ്റില് ഞാൻ കുറച്ച് സോഡിയം നൈട്രോപ്രുസൈഡ് സൊല്യൂഷൻ ആഡ് ചെയ്യും. സോഡിയം നൈട്രോപ്രുസൈഡ് സൊല്യൂഷൻ അത് ആഡ് ചെയ്യുന്ന സമയത്ത് ഒരു പെർപ്പിൾ അല്ലെങ്കിൽ ഒരു വയലറ്റ് കളറേഷൻ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം സൾഫർ ഉണ്ട്, അല്ലെങ്കിൽ സൾഫർ ഇല്ല. ഇതിപ്പോ ഇങ്ങനെ ടേബിൾ ആയിട്ട് എഴുതുന്നില്ല, നിങ്ങൾ താഴേക്ക് എഴുതിയാലും മതി. ടെസ്റ്റ് ഫോർ സോഡിയം, ടെസ്റ്റ് ഫോർ ഹാലജൻസ്, ടെസ്റ്റ് ഫോർ നൈട്രജൻ, അങ്ങനെ എഴുതിയാലും മതി. നിങ്ങൾക്ക് ഏതാ കാണുമ്പോൾ പഠിക്കാൻ എളുപ്പം എന്നുള്ള പോലെ എഴുതാം. എനിക്ക് ടേബിൾ കാണുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവും, അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തു. ചിലപ്പോൾ കുറച്ചുകൂടി ഈസി എനിക്ക് ഫ്ലോ ചാർട്ട് ആയിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ചിലപ്പോൾ ഇനി എഴുതുന്നത് തന്നെയായിരിക്കും ചിലവർക്ക് എളുപ്പം. നിങ്ങളുടെ കംഫർട്ടിനനുസരിച്ച് ചെയ്യേ. ഇനിയും നിങ്ങളൊരു നോട്ട് എങ്ങനെ എഴുതണ്ടേന്ന് പഠിപ്പിക്കേണ്ട കാര്യമില്ല. സ്കൂൾ നോട്ട് പിന്നെ ചില സ്കൂളുകളിൽ ടീച്ചേഴ്സിന് നിർബന്ധം ഉണ്ടാവും. പക്ഷെ ബാക്കി ലെക്ചർ നോട്ടും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഇഷ്ടമല്ലേ. കഴിഞ്ഞോ?
ഇത് അത്ര അധികം നേരം ഒന്നും വേണ്ടല്ലോ. യെസ്. ഇനി ഞാൻ ഇതൊന്ന് വേഗം ചുരുക്കി പറഞ്ഞു തരാം. ഓക്കെ, അടുത്ത ക്വാണ്ടിറ്റേറ്റീവ് ആണ്. അതിനു മുമ്പ് ഞാനൊന്ന് പറഞ്ഞുതരാം. നമ്മൾ ആദ്യം എന്താ ചെയ്യുന്നത്? സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്ട്. സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്ട് ഞാൻ എങ്ങനെ ഉണ്ടാക്കാൻ പറഞ്ഞത്? നമ്മളൊരു ചെറിയ ഫ്യൂഷൻ ട്യൂബ് എടുക്കുന്നു. ആ ഫ്യൂഷൻ ട്യൂബിലേക്ക് ഒരു ചെറിയ പീസ് ഓഫ് സോഡിയം ആഡ് ചെയ്യുന്നു, ഓർഗാനിക് കോമ്പൗണ്ട് ആഡ് ചെയ്യുന്നു, ഹീറ്റ് ചെയ്യുന്നു. ഹീറ്റ് ചെയ്തിട്ട് എവിടെ വരിക? റെഡ് ഹോട്ട് ആവണ വരെ ഹീറ്റ് ചെയ്യുന്നു. ഞാനൊരു 10 ml ഡിസ്റ്റിൽഡ് വാട്ടറിലേക്ക് ആഡ് ചെയ്യുന്നു, പൊട്ടിക്കുന്നു അല്ലേ? അതിനുശേഷം ഞാൻ അതിനെ ബോയിൽ ചെയ്യുന്നു. ആ ബോയിൽ ചെയ്യുന്നത് എന്തിനാണെന്നറിയോ? എന്റെ ഫുൾ കണ്ടന്റ് എനിക്ക് കിട്ടാൻ വേണ്ടിയിട്ടാ. അതിനെ കോൺസെൻട്രേറ്റ് ചെയ്യാന്നൊക്കെ പറയില്ലേ? ഇപ്പൊ ഭയങ്കര ഡൈല്യൂട്ട് ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ എനിക്ക് കളർ ഒന്നും പ്രോപ്പർ ആയിട്ട് കിട്ടില്ല. അപ്പൊ നന്നായിട്ടൊക്കെ ബോയിൽ ചെയ്ത് അതിനെ കോൺസെൻട്രേറ്റ് ചെയ്ത് എനിക്ക് കളറൊക്കെ പ്രോപ്പർ ആയിട്ട് കിട്ടും. ഓക്കെ, ബോയിൽ ചെയ്യുന്നു, ഫിൽറ്റർ ചെയ്യുന്നു. അപ്പൊ എന്റെ എക്സ്ട്രാക്ട് റെഡി ആയി. എനിക്ക് പിന്നെ ഇനി എന്തൊക്കെ ടെസ്റ്റ് ചെയ്യണം? നൈട്രജനെ ടെസ്റ്റ് ചെയ്യണം, ഹാലജൻസിനെ ടെസ്റ്റ് ചെയ്യണം, സൾഫറിനെ ടെസ്റ്റ് ചെയ്യണം. എനിക്ക് ആരാ പറഞ്ഞുതരാം? നോട്ട് നോക്കാണ്ട് എനിക്കിപ്പൊ പറഞ്ഞുതരാന്നുള്ള ആരെങ്കിലും ഉണ്ടോ? ഇല്ല, ആരും ഇല്ല. ജസ്റ്റ് നിങ്ങളുടെ ഒരു ഓർമ്മ വെച്ചിട്ട്. ആരും ഇല്ല. എന്താ ജോയല്ലേ, പറഞ്ഞൂടെ? പറയടാ. എഴുത്, വേഗം എഴുതിക്കോട്ടോ. നൈട്രജന്റെ കേസില് സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്ട് എടുക്കുന്നു. അതിനകത്തേക്ക് 1 ml ഫ്രഷ്ലി പ്രിപ്പയർഡ്, ഇമ്പോർട്ടന്റ് ആട്ടോ, ഫ്രഷ്ലി പ്രിപ്പയർഡ് ആയിട്ടുള്ള FeSO4 ആഡ് ചെയ്യുന്നു. അതിനെ ഞാൻ അസിഡിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഡൈല്യൂട്ട് H2SO4 ഇത്തിരി ആഡ് ചെയ്യുന്നു. എന്ത് കളറാ? പ്രഷ്യൻ ബ്ലൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നൈട്രജൻ കൺഫേംഡ് ആണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം അത് ഞാൻ വീണ്ടും വരയ്ക്കുന്നില്ല. എന്താ ഞാൻ പറഞ്ഞത്? ഹാലജൻസിന്റെ കേസില് ഹാലജൻസിനെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്ട് എടുക്കുന്നു. പറഞ്ഞോ, സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്ട് എടുക്കുന്നു. ആരെങ്കിലും ഒന്ന് ചുണ്ടനക്ക് കാണുന്നുണ്ട്. ദീപു അവിടെ ഇല്ലേ? നീ ഉണ്ട്. കുറച്ച് ഡൈല്യൂട്ട് HNO3 ആഡ് ചെയ്യണു. അതിനകത്തേക്ക് ഞാൻ കൂൾ ചെയ്തതിനു ശേഷം, ബോയിൽ ചെയ്ത് കൂൾ ചെയ്തതിനു ശേഷം സിൽവർ നൈട്രേറ്റ് ആഡ് ചെയ്യുന്നു. സിൽവർ നൈട്രേറ്റ് ആഡ് ചെയ്യുമ്പോൾ 3 ടൈപ്പ് ഓഫ് precipitate: വൈറ്റ്, പെയിൽ യെല്ലോ, ബ്രൈറ്റ് യെല്ലോ. സൊല്യൂബിൾ ഇൻ NH4OH, പാർഷ്യലി സൊല്യൂബിൾ ആൻഡ് കംപ്ലീറ്റ്ലി ഇൻസൊല്യൂബിൾ. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഓർഡറിൽ ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ. സൾഫറിന്റെ ടെസ്റ്റ് ചെയ്യാൻ ഞാൻ എന്താ പറഞ്ഞത്? സൾഫറിന്റെ ടെസ്റ്റ് ചെയ്യാനായിട്ട് സോഡിയം നൈട്രോക്ലോസൈഡ്. അപ്പൊ എനിക്കൊരു വയലറ്റ് അല്ലെങ്കിൽ ഒരു പർപ്പിൾ കളർ കിട്ടിയാൽ സൾഫർ കൺഫേംഡ് ആണ്. ഇത്ര നേരം പറഞ്ഞത് നമ്മുടെ എന്തായിരുന്നു? ക്വാളിറ്റേറ്റീവ് അനാലിസിസ്. അടുത്തത് എഴുതിക്കോ, ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ്. എന്താണ് അമൃത? എന്തായത്? ഓക്കെ, ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് ഞാൻ പറഞ്ഞു. അത് കുഴപ്പമില്ല എന്ന് എല്ലാ സ്കൂളിലൊക്കെ പറഞ്ഞിട്ടുള്ളതാ, ടീച്ചേഴ്സ് ഇറങ്ങിപ്പോക്ക്. പക്ഷെ അത് പറഞ്ഞ ടീച്ചേഴ്സിനെ വെറുപ്പിക്കാൻ നിൽക്കണ്ടട്ടാ, വെറുതെ അവരെ വിഷമിപ്പിക്കരുത്. ഒന്നിലേലും നമുക്ക് അറിവ് പറഞ്ഞുതരാൻ വരുന്ന ആൾക്കാരല്ലേ. ശരി, അപ്പോ കാർബണും ഹൈഡ്രജനും ഐഡന്റിഫൈ ചെയ്യാനുള്ള ടെസ്റ്റിന്റെ പേരാണ് ലെയ്ബിഗ്സ് മെത്തേഡ്. ഓക്കെ, ഇതിനൊക്കെ ഓരോ ഇക്വേഷൻസ് ഉണ്ട്, അത്രയും തന്നെ. അപ്പൊ ലെയ്ബിഗ്സ് മെത്തേഡിൽ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിപ്പോ കാർബൺ, ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് ഒരു ഓർഗാനിക് കോമ്പൗണ്ട് തരാണ്. എന്താണ് ഇപ്പൊ? CH3, CH2, CH3. ഇതാണ് എന്റെ ഓർഗാനിക് കോമ്പൗണ്ട് എന്ന് വിചാരിക്കും. അല്ലെങ്കിൽ ഇപ്പൊ ഇതോ ഏത് വേണേലും ആയിക്കോട്ടെ, വാട്ട് എവർ ഓർഗാനിക് കോമ്പൗണ്ട്. അപ്പോ ഇതിനകത്ത് എത്ര പെർസെന്റേജ് കാർബൺ ഉണ്ട്, ഇതിനകത്ത് എത്ര പെർസെന്റേജ് ഹൈഡ്രജൻ ഉണ്ട്, എത്ര പെർസെന്റേജ് ഓക്സിജൻ ഉണ്ട്, ഇതൊക്കെ കണ്ടുപിടിക്കാൻ യൂസ് ചെയ്യണതിനെയാണ് ഞാൻ എന്തെന്ന് പറയുന്നത്? ക്വാണ്ടിറ്റേറ്റീവ്. അല്ലെ, ക്വാണ്ടിറ്റി അല്ലേ ഞാൻ കണ്ടുപിടിക്കുന്നത്. അപ്പൊ നിങ്ങൾ എഴുതിക്കോ, ഹെഡിങ് എഴുതിക്കോ, എസ്റ്റിമേഷൻ ഓഫ് കാർബൺ ആൻഡ് ഹൈഡ്രജൻ എന്ന് പറഞ്ഞിട്ട് എഴുതാ. ലെയ്ബിഗ്സ് മെത്തേഡ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ അതിനകത്ത് പെർസെന്റേജ് ഓഫ് കാർബൺ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, കാർബണിന്റെ നിങ്ങൾക്ക് അറിയില്ലേ ആറ്റമിക് മാസ് എത്രയാ? 12 ആണ്. ഓക്കെ, 12 ഡിവൈഡഡ് ബൈ 44 എന്ന് പറഞ്ഞാൽ കാർബൺ ഡയോക്സൈഡിന്റെ മാസ് ആണ്, മോളിക്യുലർ മാസ്. ഓക്കെ, ഇൻറ്റു മാസ് ഓഫ് CO2. അതായത് നിങ്ങൾ ആ എസ്റ്റിമേഷൻ ചെയ്യണ സമയത്ത് നിങ്ങൾക്ക് എത്രയാണ് കാർബൺ ഡയോക്സൈഡിന്റെ മാസ് കിട്ടുന്നത് എന്നുള്ളത് ഡിവൈഡഡ് ബൈ നിങ്ങൾ എത്ര ഓർഗാനിക് കോമ്പൗണ്ട് എടുത്തിട്ടുണ്ട്. ഈ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒരു പർട്ടിക്കുലർ എമൗണ്ട് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട് എടുത്തിട്ടുണ്ടാവില്ലേ, അതിന്റെ മാസ് ഇൻറ്റു 100.
ഇതാണ് നിങ്ങൾ കാർബണിന്റെ കണ്ടന്റ് കണ്ടുപിടിക്കാൻ ചെയ്യേണ്ടത്. ഹൈഡ്രജന്റെ ആണെങ്കിലോ ഇതേപോലെ തന്നെ H2 എന്ന് പറഞ്ഞാൽ അതിന്റെ മാസ് എത്രയാ 2 ഡിവൈഡഡ് ബൈ, ഇവിടെ നമ്മൾ വാട്ടറിന്റെ ഫോമിലാണ് എടുക്കുന്നത്, അതുകൊണ്ട് വാട്ടറിന്റെ മോളിക്കുലർ മാസ് 18 ഇൻറ്റു എത്ര മാസ് ഓഫ് വാട്ടർ കിട്ടി ഡിവൈഡഡ് ബൈ നമ്മളിപ്പോ എത്ര ഓർഗാനിക് കോമ്പൗണ്ട് എടുത്തു ഇൻറ്റു 100. ഇത്രയും ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെർസെന്റേജ് ഓഫ് ഹൈഡ്രജൻ കിട്ടുന്നു, പെർസെന്റേജ് ഓഫ് കാർബൺ കിട്ടുന്നു. വേഗം എഴുതി വെച്ചോ. ലേബിഗ്സ് മെത്തേഡ് എല്ലാവരുടെയും നോട്ടിൽ എഴുതണക്കില്ലേ? ആദിത്യ, അതേപോലെ ക്ലാസ്സിൽ മാത്രം ഇരുന്നതിന് ശേഷം പുസ്തകം അടച്ചു വെച്ച ഒരു കാര്യമില്ല. ആഫ്റ്റർ ദ ക്ലാസ് നിങ്ങൾ നിങ്ങളുടെ പാർട്ട് ചെയ്യണം, ഒന്ന് വായിച്ചെങ്കിലും നോക്കണം. ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് പകുതിയിലധികം കാര്യങ്ങൾ മനസ്സിലാവും, വളരെ ചുരുക്കം എന്തെങ്കിലും മനസ്സിലാവാണ്ടായാലേ ഉള്ളൂ. അപ്പൊ തോന്നുന്നു എനിക്ക് എല്ലാം മനസ്സിലായി, എന്റെ എല്ലാം പഠിച്ചു കഴിഞ്ഞു, പക്ഷെ ഈ വക കാര്യങ്ങളൊക്കെ മറന്നുപോകും. അതുകൊണ്ട് അറ്റ്ലീസ്റ്റ് ആ പുസ്തകം ഒന്ന് കണ്ണുകൊണ്ടെങ്കിലും ഒന്ന് ഓടിച്ചു നോക്കിയോളൂ. ഓക്കെ, ഇത്ര സമയമൊക്കെ മതി. അടുത്ത എഴുതിക്കോ, നൈട്രജന്റെ എസ്റ്റിമേഷൻ, ഡുമാസ് മെത്തേഡ്, അതുപോലെ തന്നെ ജെൽദാൽസ് മെത്തേഡ്. രണ്ട് മെത്തേഡ് ഉണ്ട്, ഡുമാസ് മെത്തേഡ് ആൻഡ് ജെൽദാൽസ്. അത് അടുത്തത് പറയാട്ടോ. ആദ്യം ഡുമാസ് എഴുതിക്കോ, ഡുമാസ് മെത്തേഡ് ആൻഡ് ജെൽദാൽസ് മെത്തേഡ്. ഞാൻ പറഞ്ഞു നിങ്ങൾ എല്ലാം ലൈൻ ആയിട്ട് എഴുതി വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാല്, അല്ലാണ്ട് നിങ്ങൾ അങ്ങനെ എഴുതി വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾ വായിക്കില്ല, ഒരു ഓർമ്മ ഉണ്ടാവില്ല. ഇത് നിങ്ങൾ ജസ്റ്റ് ഓക്കെ ആരതി. അപ്പൊ എന്റെ മക്കൾ എന്ത് ചെയ്യാ, നിങ്ങൾ പ്രോപ്പർ ആയിട്ട് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവണ പോലെ എഴുതാം. അപ്പൊ ഇതിൽ നമ്മൾ എന്താ ചെയ്യേണ്ടേ, നമുക്ക് അതിനകത്ത് എന്തോരം നൈട്രജൻ ഉണ്ടെന്ന് കണ്ടുപിടിക്കേണ്ട ആ പർട്ടിക്കുലർ ഓർഗാനിക് കോമ്പൗണ്ട് എടുക്കുക, ഹീറ്റ് ചെയ്യുക. ഹീറ്റ് ചെയ്തതിനു ശേഷം എന്ത് ചെയ്യുക, ആരുടെ കൂടെ ഹീറ്റ് ചെയ്യുന്നത്, കോപ്പർ ഓക്സൈഡിന്റെ കൂടെ ഹീറ്റ് ചെയ്യുക. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മൾ അവിടെ എടുത്തേക്കുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ഓക്കെ, അവിടെ നമ്മൾ എടുത്തേക്കുന്ന പർട്ടിക്കുലർ ആ ഒരു അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. അപ്പൊ നിങ്ങൾക്ക് എന്ത് കിട്ടും, നമുക്ക് നൈട്രജനും കിട്ടും, കാർബൺ ഡൈ ഓക്സൈഡും കിട്ടും, H2O കിട്ടും. ഓക്കെ, ആ മിക്സ്ചറിനെ നമ്മൾ എടുത്തിട്ട് KOH സൊല്യൂഷനിൽ കൂടെ പാസ് ചെയ്യും. അപ്പൊ എന്ത് സംഭവിക്കും അറിയോ, ഈ നൈട്രജൻ ഒഴികെയുള്ള ബാക്കി ഗ്യാസസ് ഏതൊക്കെയായിരുന്നു, കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും ഒക്കെ എന്തുണ്ടാവും, ആ പറഞ്ഞ KOH അബ്സോർബ് ആയിപ്പോകും. ഓക്കെ, പിന്നെ ബാക്കി നമ്മുടെ കയ്യിൽ എന്താ ഉള്ളത്, നൈട്രജൻ മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്ക് നൈട്രജന്റെ അമൗണ്ട് മെഷർ ചെയ്തെടുക്കാം. സോ അതിന്റെ ഇക്വേഷൻ എഴുതിക്കോ, പെർസെന്റേജ് ഓഫ് നൈട്രജൻ എന്ന് പറഞ്ഞാല് 28 ഡിവൈഡഡ് ബൈ 22400 ഇൻറ്റു വോളിയം എന്ന് പറഞ്ഞാല് എത്ര വോളിയം ആണ് നിങ്ങൾക്ക് കിട്ടിയതെന്ന്, ആ പർട്ടിക്കുലർ ലാസ്റ്റ് ഉണ്ടാവുന്ന വോളിയം ഓഫ് ഗ്യാസ് ഇല്ലേ, അതാണ് V എന്ന് പറയുന്നത്. V ഡിവൈഡഡ് ബൈ മാസ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മളെടുത്ത ഓർഗാനിക് കോമ്പൗണ്ടിന്റെ മാസ് ഇൻറ്റു 100. അപ്പോ നിങ്ങൾക്ക് ഒരുവിധം ഒക്കെ കണക്ട് ചെയ്ത് ആലോചിക്കാം. എല്ലാത്തിന്റെ ഫോർമുല ഏകദേശം ഇതേപോലെയൊക്കെ തന്നെയാണ് വരുന്നത്, ചെറിയ ചെറിയ മാറ്റങ്ങളേ ഉള്ളൂ. ഇത് മാറി. ഇപ്പൊ ഇവിടെ നൈട്രജന്റെ കേസിൽ ഇത് കറക്റ്റാ, നൈട്രജൻ N2 എന്ന് പറഞ്ഞാൽ 28 തന്നെയാണ്. ഇതും മാത്രമാണ് മാറിയിട്ടുള്ളൂ. അങ്ങനെ കണക്ട് ചെയ്തൊക്കെ പഠിക്കും. അപ്പൊ ഡുമാസ് മെത്തേഡിൽ ഞാൻ എന്താ ചെയ്തത്, എനിക്ക് ചെക്ക് ചെയ്യേണ്ട എന്റെ ഓർഗാനിക് കോമ്പൗണ്ട് എടുത്തു, കുറച്ച് കോപ്പർ ഓക്സൈഡ് എടുത്തു, കാർബൺ ഡൈ ഓക്സൈഡ് കൊടുത്തിട്ട് ഞാൻ ഹീറ്റ് ചെയ്യുന്നു. അപ്പൊ എനിക്ക് കാർബൺ ഡൈ ഓക്സൈഡ്, നൈട്രജൻ, വാട്ടർ ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ കിട്ടി. അതിന് ഞാൻ KOH പാസ് ചെയ്തു. പാസ് ചെയ്തപ്പോൾ നൈട്രജൻ ഒഴിച്ച് ബാക്കി എല്ലാവരും അബ്സോർബ് ആയിപ്പോയി. പിന്നെ എനിക്ക് വേണ്ട എന്റെ നൈട്രജൻ മാത്രമേ ഉള്ളൂ. അതിന്റെ വോളിയം എത്രയുണ്ടെന്ന് ഞാൻ മെഷർ ചെയ്തു, ഈ പറഞ്ഞ ഇക്വേഷനിൽ ഇട്ട് കൊടുത്തു. 28 ഡിവൈഡഡ് ബൈ 22400 ഇൻറ്റു എനിക്ക് കിട്ടിയ വോളിയം ഡിവൈഡഡ് ബൈ ഞാൻ എടുത്ത മാസ് ഇൻറ്റു 100. ഓക്കെ, ഇതാണ് ഡുമാസ് മെത്തേഡ്. ഇത് ആരെങ്കിലും അവിടെ ഇരുന്ന് മുഴുവൻ എഴുതണ്ട, ആവശ്യമില്ല. എഴുതിക്കൊന്നാ, അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്ക്. നിർബന്ധമുള്ള ആൾക്കാർ സ്ക്രീൻഷോട്ട് എടുക്കുക. ഇതൊക്കെ കോറിലും ക്യാപ്സ്യൂളിലൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് നോട്ടും കാര്യങ്ങളൊക്കെ ഇവിടെ അയച്ചിട്ടുണ്ട്. ആ ടീച്ചേഴ്സിന്റെ അടുത്ത് നിന്ന് ചോദിച്ച് മേടിച്ചൂടെ? കഴിഞ്ഞ ഇല്ല, വേഗം എഴുതിക്കോ. ഓക്കെ, യെസ്. ഇനി എഴുതിക്കോ ജെൽദാൽസ് മെത്തേഡ്. ഈ ജെൽദാൽസ് മെത്തേഡ് നമ്മൾ ചെയ്യുന്നത് ജെൽദാൽസ് ഫ്ലാസ്കിലാണ്. ഓക്കെ, ജെൽദാൽസ് ഫ്ലാസ്ക്.
ഓക്കെ അമൃത, താങ്ക്സ്. ആ, അപ്പൊ ജെൽ ഡാൽസ് ഫ്ലാസ്കിലാണ് നിങ്ങൾ ചെയ്യുക. ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യുന്നു, ഇതേപോലെ തന്നെ ആ ഫ്ലാസ്ക് എന്നൊക്കെ പറഞ്ഞ ഏകദേശം അത് അതിന്റെ ആവശ്യമില്ല. ഇങ്ങനെ ഒരു ഫ്ലാസ്ക് പോലത്തെ അത് ഭയങ്കര എക്സ്പെൻസീവ് ആ, പൊട്ടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര പൈസയാണ്. അത്ര മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ, ഞാൻ പൊട്ടിച്ചിട്ടില്ല, എന്നാലും പറഞ്ഞതാ. ആ, അപ്പൊ ജെൽ ഡാൽസ് ഫ്ലാസ്ക് എടുക്കും, അതിനകത്തേക്ക് നമുക്ക് ഇടേണ്ട ഓർഗാനിക് കോമ്പൗണ്ടിന് ഇടുന്നു, കോൺസെൻട്രേറ്റഡ് H2SO4 ആയിട്ട് നമ്മൾ ഹീറ്റ് ചെയ്യും. അപ്പൊ എന്താ സംഭവിക്കുന്നത്, കാർബൺ എന്ന് പറയുന്നത് കാർബൺ ഡയോക്സൈഡ് ആയിട്ട് മാറും, ഹൈഡ്രജൻ എന്ന് പറയുന്നത് വാട്ടർ ആയിട്ട് മാറും. ഓക്കെ, നമുക്ക് നൈട്രജൻ ഗ്യാസ് കൂടി ഉണ്ടാവുമല്ലോ, ആ നൈട്രജൻ എന്ന് പറയുന്നത് അമോണിയം സൾഫേറ്റ് ആയിട്ട് മാറി. ഇനി നമുക്ക് എത്ര നൈട്രജൻ ഉണ്ടെന്ന് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ അമോണിയം സൾഫേറ്റ് എത്ര ഉണ്ടെന്ന് നോക്കിയാൽ പോരെ, അത്രേ ഉള്ളൂ. അപ്പൊ എന്റെ മക്കളെ എഴുതിക്കോ, ജെൽദാൽസ് മെത്തേഡിൽ നമ്മൾ ഓർഗാനിക് കോമ്പൗണ്ട് എടുത്തു, കോൺസെൻട്രേറ്റഡ് H2SO4 ആയിട്ട് ഹീറ്റ് ചെയ്തു, കാർബൺ കാർബൺ ഡയോക്സൈഡ് ആയി, ഹൈഡ്രജൻ വാട്ടർ ആയി, അതുപോലെ തന്നെ എന്റെ നൈട്രജൻ അമോണിയം സൾഫേറ്റ് ആയിട്ട് മാറി. അത് കഴിഞ്ഞിട്ട് എന്താ സംഭവിച്ചത്, എനിക്ക് അവസാനം കിട്ടിയ ആ മിക്സ്ചറിനെ ഞാൻ എക്സസ് ആയിട്ടുള്ള സോഡിയം ഹൈഡ്രോക്സൈഡ് എന്ന് പറഞ്ഞാൽ കുറച്ചധികം NaOH ആഡ് ചെയ്തു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, ഇങ്ങനെ കുറെ NaOH ഒഴിച്ചു കഴിയുമ്പോൾ അവസാനം അതിനകത്തുനിന്ന് അമോണിയം ഗ്യാസ് പുറത്തേക്ക് വരാം. കോൺസെൻട്രേറ്റഡ് എന്ന് പറഞ്ഞാൽ നല്ല, ഇപ്പൊ ഡൈല്യൂട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ വാട്ടർ കുറെ ആഡ് ചെയ്ത് വെക്കാം. കോൺസെൻട്രേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അതിനകത്ത് ആ പർട്ടിക്കുലർ കെമിക്കലിന്റെ കണ്ടന്റ് ഭയങ്കര കൂടുതലായിരിക്കും. കോൺസെൻട്രേറ്റഡ് H2SO4 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തത്തിൽ സൾഫ്യൂരിക് ആസിഡിന്റെ അത്രയും അധികം പെർസെന്റേജ് കൂടുതലായിരിക്കും. ഓക്കെ, നിങ്ങൾ മാസ് ബൈ മാസ് ബൈ വോളിയം എന്നൊക്കെ പറഞ്ഞ മാസ് പെർസെന്റേജ് എന്നൊക്കെ പറഞ്ഞ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചില്ലേ, ഇത്ര പെർസെന്റേജ് സൾഫ്യൂരിക് ആസിഡ്, ഇത്ര പെർസെന്റേജ് എന്നൊക്കെ പറഞ്ഞിട്ട്. ആ, ഏറ്റവും കോൺസെൻട്രേറ്റഡ് എന്നൊക്കെ പറഞ്ഞാൽ 90% ഒക്കെയാണ് വരിക. അത്രയൊന്നും തരില്ല ഒരിക്കലും, ഭയങ്കര സൾഫ്യൂരിക് ആസിഡിന്റെ കണ്ടന്റ് ആയിരിക്കും. ഹൈലി എന്താ പറയാ, ഡേഞ്ചറസ് ആണ് അതൊക്കെ. നിങ്ങൾക്കൊക്കെ സ്കൂളിൽ തരുന്നത് വളരെ ലോ പെർസെന്റേജ് ആയിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ കൈ കൊള്ളും. ഓക്കെ, അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, ഞാൻ അങ്ങനെ അവസാനം എന്റെ ആ പർട്ടിക്കുലർ മിക്സ്ചറിലേക്ക് കുറച്ചധികം സോഡിയം ഹൈഡ്രോക്സൈഡ് ആഡ് ചെയ്തു. അതിനകത്തേക്ക് ഞാൻ ഒഴിച്ച് ഇങ്ങനെ ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറച്ചു നേരം കഴിയുമ്പോൾ അതിനകത്ത് അമോണിയ ഗ്യാസ് പുറത്ത് വരേണ്ട വഴി ഞാൻ ഒഴിച്ചു. അങ്ങനെ അവസാനം എന്ത് ചെയ്തു, ഈ കിട്ടുന്ന ഗ്യാസിനെ ഞാൻ എക്സസ് ആയിട്ടുള്ള HCl അല്ലെങ്കിൽ H2SO4 വെച്ചിട്ട് കളക്ട് ചെയ്തു. ഓക്കെ, ഇതിന് ശേഷം റിയാക്ട് ചെയ്യാണ്ട് നിൽക്കുന്ന ബാക്കി ആസിഡ് എന്തോരം ഉണ്ടെന്ന് ഞാൻ ടൈട്രേഷൻ വഴി കണ്ടുപിടിച്ചു. നിങ്ങൾക്ക് അടുത്ത കൊല്ലം ചെയ്യാനായിട്ട് ലാബില് ടൈട്രേഷൻ എന്ന് പറഞ്ഞൊരു പരിപാടി. ടൈട്രേഷൻ എന്ന് പറഞ്ഞാൽ ആസിഡ് എടുക്കുന്നു, ആസിഡ് ബേസ് ടൈട്രേഷൻസ് അല്ലാത്ത ടൈട്രേഷൻസ് ഉണ്ട് കേട്ടോ, പക്ഷെ നിങ്ങൾക്ക് ആസിഡ് ബേസ് പഠിക്കാനുണ്ടാവുള്ളൂ. ഓക്കെ, ടൈട്രേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ആസിഡ് എടുക്കുന്നു, ബേസ് എടുക്കുന്നു, ഒരു സാധനം പർട്ടിക്കുലർ ഒഴിക്കുമ്പോൾ അതിന്റെ മറ്റേതിന്റെ റിയാക്ഷൻ എത്രയുണ്ടെന്ന് നോക്കുന്നു. ഇതാണ് ടൈട്രേഷനിൽ വരുന്നത് മെയിൻ ആയിട്ട്. ഇപ്പൊ നിങ്ങൾ അത് നോക്കേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് ഇത് ചെയ്യാനും ഇല്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ടൈട്രേഷൻ എടുത്ത് നമ്മൾ ചെയ്യുന്നു എന്നുള്ളത് മാത്രം മനസ്സിലാക്കുക. അപ്പൊ ഇവിടെ നമ്മൾ എന്താ ചെയ്യണത്, നമ്മുടെ ബാക്കി എത്രത്തോളം ആസിഡ്സ് ഉണ്ടെന്നുള്ളത് നമ്മൾ ടൈട്രേറ്റ് ചെയ്ത് കണ്ടുപിടിക്കുകയാണ്. അപ്പൊ ടൈട്രേഷൻ കഴിയുമ്പോൾ നമുക്കൊരു ടൈട്രന്റിന്റെ വാല്യൂ കിട്ടും, അതെടുത്തിട്ട് ഇതിന്റെ ഇക്വേഷനിൽ ഇട്ട് കൊടുക്കുന്നു, നമുക്ക് വാല്യൂ കിട്ടുന്നു. അപ്പൊ നമുക്ക് എത്ര അമോണിയ പ്രൊഡ്യൂസ്ഡ് ആയെന്ന് മനസ്സിലാവും. ആ എത്ര അമോണിയ പ്രൊഡ്യൂസ്ഡ് ആയതിനകത്ത് നിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലാവും, എത്രത്തോളം നൈട്രജൻ നമ്മുടെ ആ പർട്ടിക്കുലർ ഓർഗാനിക് കോമ്പൗണ്ടിൽ ഉണ്ടെന്ന് മനസ്സിലാവും. ഇതിൽ നമ്മൾ എന്താ ചെയ്തത്, ആദ്യം ഓർഗാനിക് കോമ്പൗണ്ട് എടുക്കുന്നു, കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് ആയിട്ട് ഹീറ്റ് ചെയ്യുന്നു. അപ്പൊ നിങ്ങളുടെ കാർബൺ എന്ന് പറയുന്നത് കാർബൺ ഡയോക്സൈഡ് ആവും, ഹൈഡ്രജൻ എന്ന് പറയുന്നത് വാട്ടർ ആവും. അത് കഴിഞ്ഞിട്ട് എന്തുണ്ടാവുന്നത്, നൈട്രജൻ എന്ന് പറയുന്നത് അമോണിയം സൾഫേറ്റ് ആയിട്ട് മാറി. അതിനകത്തേക്ക് ഞാൻ കുറെ സോഡിയം ഹൈഡ്രോക്സൈഡ് ഒഴിക്കുമ്പോൾ അമോണിയ ഗ്യാസ് വരും. അതിനെ ഞാൻ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള HCl അല്ലെങ്കിൽ തന്നെ H2SO4 ഒക്കെ ആയിട്ട് ടൈട്രേറ്റ് ചെയ്തിട്ട് എന്ത് കണ്ടുപിടിക്കും, നമ്മുടെ ആസിഡ് എത്രത്തോളം അതിനോട് യൂസ് ചെയ്യുന്നുണ്ടെന്ന് കണ്ടുപിടിക്കും. അതിനുശേഷം എത്ര ആസിഡ് ലെഫ്റ്റ് ആയിട്ടുണ്ടെന്നുള്ളത് ഞാൻ ടൈട്രേഷൻ വഴി കണ്ടുപിടിക്കുന്നു. അത് എന്റെ ഇക്വേഷനിൽ ഇട്ട് കൊടുത്തിട്ട് എത്ര അമോണിയ പ്രൊഡ്യൂസ്ഡ് ആയിരുന്നു കണ്ടുപിടിക്കുന്നു, എത്രത്തോളം നൈട്രജൻ ഉണ്ടായിരുന്നു കണ്ടുപിടിക്കുന്നു. ആ ഇക്വേഷൻ കൂടെ എഴുതിക്കോ, പെർസെന്റേജ് ഓഫ് നൈട്രജൻ 14 into V1 minus V2. ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്, ഇത് ചോദിക്കുകയും ചെയ്യും. N1 divided by 1000 into 100 divided by mass of organic compound. കാരണം ഇത് മാത്രമാണ് ആ ഒരു റെഗുലർ ഫോർമുലയിൽ അല്ലാത്തത്. അതിൽ V1 മൈനസ് V2 എന്ന് പറഞ്ഞാല് എത്രത്തോളം ആസിഡ് നമ്മുടെ അമോണിയ യൂസ് ചെയ്തു, അതുപോലെ N1 എന്ന് പറയുന്നത് നോർമാലിറ്റി. നൈട്രജൻ എഴുതിയോ?
ഇത് എഴുതി എത്ര നേരം പോലെ ഞാനിവിടെ എഴുതി കഴിഞ്ഞല്ലോ. V1 minus V2 amount of acid used by ammonia. N1 normality. കാശ്നാഥെ വയ്യായ ഉണ്ടോ? തലയൊക്കെ കുഞ്ചിരിക്കണ്ടല്ല. ഒരു ഉഷാറ് കുറവ് ഇല്ല. കുഴപ്പം നീരുവീഴ്ച ഉണ്ടോ? ഓ, നീരുവീഴ്ച എന്ന് പറഞ്ഞാൽ കുറെ പേർക്ക് മനസ്സിലാവില്ല. ജലദോഷമുണ്ടോ? ഞങ്ങളുടെ ഇവിടെ പറയുന്ന ഒരു വാക്കാണ്. നീരിറങ്ങിയിട്ട് പ്രീവിയസ് സ്ലൈഡ് വേണം. ഇത് മൊത്തം എഴുതിക്കേണ്ട കഥയൊന്നും ഇല്ല. വിഷം കെട്ട് പിള്ളേര്. ഇപ്പൊ കഴിഞ്ഞോ? ഇത്രയൊക്കെ സമയം തരാൻ പറ്റുള്ളൂ. കുറെ നേരത്തെ കഴിഞ്ഞു. എല്ലാവരും ഒന്നും കഴിയാൻ പറ്റില്ല. അടുത്ത എഴുതിക്കോ, എസ്റ്റിമേഷൻ ഓഫ് ഹാലജൻ. നമ്മൾ ഹാലജൻ ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ കണ്ടുപിടിക്കാൻ നമ്മൾ നേരത്തെ പഠിച്ചില്ലേ ക്വാളിറ്റേറ്റീവ് അനാലിസിസില്. ഡൈല്യൂട്ട് HNO3 ആഡ് ചെയ്ത് AgNO3 ആഡ് ചെയ്ത് അപ്പൊ ഹാലജൻ ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാല് പിന്നെ നമ്മൾ ഹാലജൻ എത്രത്തോളം ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ പോകും. അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന മെത്തേഡാണ് കാരിയസ് മെത്തേഡ്. അതിന് നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു കാരിയസ് ട്യൂബ് ആണ്. ഇത് കാരിയസ് ട്യൂബ് ഇങ്ങനെ ഇരിക്കും. ജൽദാൽ എന്ന് പറയുമ്പോൾ ഈ സാധനം ഉണ്ടാവില്ല. ഇത്ര വരെയൊക്കെ ഏകദേശം ഇതേപോലെ അല്ല, നല്ല ഏകദേശം ഇതേപോലെ. കാരിയസ് ട്യൂബ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഇങ്ങനെ ഇരിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്നത് കാരിയസ് ടെസ്റ്റ്. അപ്പൊ എഴുതിക്കോ, നമുക്ക് ആവശ്യത്തിനുള്ള ഒരു ഓർഗാനിക് കോമ്പൗണ്ട് നമ്മൾ എടുക്കുന്നു. അതിനെ ഫ്യൂമിംഗ് നൈട്രിക് ആസിഡ്, ആ വാക്ക് ഇമ്പോർട്ടന്റ് ആണ്. ഫ്യൂമിംഗ് നൈട്രിക് ആസിഡ് ആയിട്ട് ട്രീറ്റ് ചെയ്യുക. ഫ്യൂമിംഗ് നൈട്രിക് ആസിഡ് എന്ന് പറഞ്ഞാൽ എന്താ? HNO3. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെയാടാ. അതാ പറഞ്ഞത്, നിങ്ങൾ കണക്ട് ചെയ്ത് പഠിക്കുന്ന. ക്വാളിറ്റേറ്റീവ് അനാലിസിസിൽ ഞാൻ എന്താ പറഞ്ഞേ? ഹാലജൻസ് ഉണ്ടോന്ന് ടെസ്റ്റ് ചെയ്യാനായിട്ട് നൈട്രിക് ആസിഡ് ഒഴിക്കുന്നു, സിൽവർ നൈട്രേറ്റ് ഒഴിക്കുന്നു. ഇവിടെയും അത് തന്നെയാണ്. നമ്മൾ ഫ്യൂമിംഗ് ആയിട്ടുള്ള നൈട്രിക് ആസിഡ് ഒഴിക്കുന്നു, അതിനുശേഷം സിൽവർ നൈട്രേറ്റ്. ഓക്കെ, ഇൻ ദ പ്രസൻസ് ഓഫ് സിൽവർ നൈട്രേറ്റ്. സിൽവർ നൈട്രേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? AgNO3. അപ്പൊ സെയിം കാര്യം തന്നെയാണ് നമ്മൾ ചെയ്യണത്. അങ്ങനെ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? കാർബൺ എന്ന് പറയുന്നത് കാർബൺ ഡയോക്സൈഡും ഹൈഡ്രജൻ എന്ന് പറയുന്നത് വാട്ടർ ആയിട്ട് മാറും. ഓക്കെ, അപ്പോ ഇതിനകത്ത് എന്ത് സാധനം ഉണ്ടെങ്കിലും അത് അതിന്റെ പർട്ടിക്കുലർ ഹാലൈഡ് ആയിട്ട് മാറും. ആ ഹാലൈഡ് ആയിട്ട് മാറുന്നത് കൊണ്ടാണ് നമുക്ക് വൈറ്റ് പ്രസിപ്പിറ്റേറ്റ്, യെല്ലോ പ്രസിപ്പിറ്റേറ്റ്, പെയിൽ യെല്ലോ പ്രസിപ്പിറ്റേറ്റ് ഒക്കെ കിട്ടിയത്. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞില്ല ഈ പ്രസിപ്പിറ്റേറ്റ് ഒക്കെ കിട്ടുമെന്ന്. ഈ പറഞ്ഞ പ്രസിപ്പിറ്റേറ്റിനെ ഞാൻ പർട്ടിക്കുലർ ആയിട്ട് വാഷ് ചെയ്ത് ഫിൽട്ടർ ചെയ്ത് ഡ്രൈ ചെയ്തെടുക്കും. എന്നിട്ട് അതിന്റെ വെയിറ്റ് നോക്കിയിട്ടാണ് ഞാൻ എന്ത് കണ്ടുപിടിക്കുക? എന്തോരം ഹാലജൻ ഉണ്ടെന്ന് കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പൊ ഹാലജന്റെ ടെസ്റ്റ് ഭയങ്കര ഈസി ആട്ടാ. നമ്മുടെ ക്വാളിറ്റേറ്റീവ് ടെസ്റ്റും ക്വാണ്ടിറ്റേറ്റീവ് ടെസ്റ്റും ഏകദേശം ഒരേപോലെ തന്നെയാണ്. ഇവിടെ എഴുതുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കാരിയസ് ട്യൂബിലാണ് ചെയ്യണത്. അതുപോലെ തന്നെ ആ കിട്ടുന്ന പർട്ടിക്കുലർ സാധനം എന്ന് പറയുന്നത് ഹാലൈഡ് ഫോമിലാണ് കിട്ടുന്നത്. ആ പ്രിസിപ്പിറ്റേറ്റിനെ നമ്മൾ ഫിൽട്ടർ ചെയ്ത് വാഷ് ചെയ്ത് ഡ്രൈ ചെയ്ത് വെയിറ്റ് നോക്കും എന്നുള്ള കാര്യം കൂടെ എഴുതിയാൽ മതി. ബാക്കി കാര്യം സെയിം ആണ്. എഴുതിയോ? സെൽവകുമാർ ഉറക്കം വരുന്നുണ്ടോടാ ചെറുതായിട്ട്? ചേട്ടാ ദിയന കഴിഞ്ഞോ? ഇനി എത്ര ദിവസം ഉണ്ട് പരീക്ഷയ്ക്ക്? ശരി, ഇത് എഴുതിയാ? വലിച്ചു വാരി എഴുതാനൊന്നും പോയില്ലല്ലോ. അടാ അത് എഴുതണു. എഴുതുന്ന ഇങ്ങനെ നിറച്ച് എഴുതിക്കോ പുസ്തകം. ഇപ്പൊ കഴിഞ്ഞോ? മതി. ഇനി എഴുതിക്കോ, ഹാലജന്റെ ഇക്വേഷൻസും കൂടെ എഴുതിക്കോ. പെർസെന്റേജ് ഓഫ് ഹാലജൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ ഞാൻ പറഞ്ഞു ഹാലജൻസി തന്നെ നമുക്ക് ഇപ്പൊ ഏതൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായി? ക്ലോറിൻ പറഞ്ഞു തന്നിട്ടുണ്ടായി, ബ്രോമിൻ പറഞ്ഞു തന്നിട്ടുണ്ടായി, അയഡിൻ ഉണ്ടായി. അപ്പൊ എല്ലാത്തിനും ഒരേ ഫോർമുലയാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ എടുക്കുന്ന ഹാലജൻ ഏതാണോ അതിനുള്ള പർട്ടിക്കുലർ ആയിട്ടുള്ള അതിന്റെ മാസിനനുസരിച്ച് ചെയ്യാം. ഇപ്പൊ ഇവിടെ ക്ലോറിൻ എടുക്കുകയാണെങ്കിൽ ക്ലോറിന്റെ മാസ് കൊടുക്കാം. അതുപോലെ തന്നെ AgX എന്നുള്ളടത്ത് AgCl ന്റെ മോളിക്കുലർ മാസ് എടുക്കുക. ഓക്കെ, ഇതേപോലെ ഇവിടെ തന്നെ AgCl എന്ന് കൊടുക്കാം. ക്ലോറിൻ ആണെന്നുണ്ടെങ്കിൽ, ബ്രോമിൻ ആണെങ്കിലോ ഇവിടെ ബ്രോമിൻ വരും, ഇവിടെ AgBr വരും, ഇവിടെയും AgBr വരും അല്ലെ?
അതേപോലെ തന്നെ അയഡിൻ ആണെങ്കിലോ ഇവിടെ അയഡിന്റെ മാസ് വരും, ഇവിടെ AgI വരും, ഇവിടെയും AgI വരും. ഇത്രയേ ഉള്ളൂ വ്യത്യാസം. അപ്പൊ ആ ജനറൽ ഫോർമുല എഴുതി വെച്ചോ. ആറ്റമിക് മാസ് ഓഫ് ഹാലജൻ ഡിവൈഡഡ് ബൈ മോളിക്കുലർ മാസ് ഓഫ്, ഇത് തന്നെയല്ല നമ്മൾ ഹൈഡ്രജന്റെ ഒക്കെ കേസിൽ ചെയ്ത്. അതാ ഞാൻ പറഞ്ഞ ഇക്വേഷൻ ഭയങ്കര സിമിലറാ. ആകെ വ്യത്യാസം വന്നത് നൈട്രജന്റെ കേസിലാ. ഓക്കെ, ഞാൻ ഹൈഡ്രജൻ പഠിപ്പിച്ച എന്താ പറഞ്ഞേ? ആറ്റമിക് മാസ് ഓഫ് ഹൈഡ്രജൻ ഡിവൈഡഡ് ബൈ മോളിക്കുലർ മാസ് ഓഫ് വാട്ടർ ഇൻറ്റു മാസ് ഓഫ് എത്രത്തോളം വാട്ടർ എനിക്ക് കിട്ടി ഡിവൈഡഡ് ബൈ എന്റെ ഓർഗാനിക് കോമ്പൗണ്ടിന്റെ മാസ് ഇൻറ്റു 100. കാർബൺ പറഞ്ഞപ്പോ ഞാൻ എന്താ പറഞ്ഞേ? 12 divided by 44 into mass of CO2 divided by mass of organic compound into 100. എല്ലാം ഏകദേശം ഒരേ ഫോർമുലയൊക്കെയാണ്. ഇത്രയൊക്കെ എനിക്ക് പറഞ്ഞുതരാൻ പറ്റുള്ളൂ. ഇനി നിങ്ങൾ പഠിക്കണം. കഴിഞ്ഞ എഴുതി ഇല്ലേ? ഇതെന്താ പുറകേക്ക് പോണേ? ഇനി എഴുതിക്കോ. സൾഫറും ഫോസ്ഫറസും കണ്ടുപിടിക്കാൻ. അതും നമ്മൾ കാരിയസ് മെത്തേഡിൽ തന്നെ ചെയ്യും. സൾഫറും ഫോസ്ഫറസ്. അപ്പൊ ഇക്വേഷൻ എഴുതിക്കോ. 32 divided by 233. ഈ 233 എന്ന് പറഞ്ഞാലേ നമ്മുടെ BaSO4ന്റെ മോളിക്കുലർ മാസ് ആയിരിക്കും. അതേപോലെ തന്നെ Mg2P2O7ന്റെ മോളിക്കുലർ മാസ് ആണ് ഈ 222. അപ്പൊ അതൊന്നും കാണാപ്പാടം പഠിക്കണമെന്ന് ഞാൻ പറയില്ല. ഇക്വേഷൻ പഠിക്കണം എന്തായാലും. 32 divided by 233 into weight of BaSO4 divided by weight of organic compound into 100. അതാണ് സൾഫറിന്. ഫോസ്ഫറസ് ആണെന്നുണ്ടെങ്കിൽ 62 divided by 222 into weight of Mg2P2O7 divided by weight of organic compound into 100. ഇത് കഴിഞ്ഞോ? കഴിഞ്ഞില്ലേ? യെസ്. ഇനി നമ്മുടെ ഈ ചാപ്റ്ററിൽ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. എല്ലാം അത്യാവശ്യം കവർ ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മുടെ ഹൈഡ്രോ കാർബൺസ് തുടങ്ങാം. എഴുതിക്കോളൂ. വേണമെങ്കിൽ ഒന്ന് മുഖം കഴുകിയിട്ട് പോരെ? കഴിഞ്ഞില്ല. കഴിയാത്തവർ എഴുതിക്കോ. 22 ഞാൻ സ്റ്റാർട്ട് ചെയ്യും കേട്ടോ. വേണമെങ്കിൽ മുഖം കഴുകി വെള്ളം കുടിച്ചിട്ട് പോരെ. ക്യാമറ ഒന്നും ഓഫ് ചെയ്യണമെന്ന് വലിയ നിർബന്ധമൊന്നും ഇല്ല. പോയി കഴിഞ്ഞാൽ പിന്നെ ആ വഴിക്ക് നിങ്ങൾ പോകും. അതുകൊണ്ടാണ് പറഞ്ഞത്. വേണമെങ്കിൽ ഒന്ന് മുഖം കഴുകി വെള്ളം കുടിച്ചിട്ട് പോരെ. ജൽദാൽസ് മെത്തേഡ് കാണിച്ചു തരാം. ടേബിൾ ഒന്നും കൂടെ വേണം. കാണിച്ചു തരാം. കാണിച്ചു തരാം കേട്ടോ ജിയ. ഇതൊന്ന് എഴുതിയെടുത്ത് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം. ഇത് കഴിഞ്ഞോ ചന്ദന? കാരിയസ് മെത്തേഡിന്റെ ഇക്വേഷൻ ഇതാണോ വേണ്ടത്?
ഓക്കെ ചെയ്യാം. എല്ലാരും പോരെ? ക്യാമറ ഓൺ ചെയ്തോ? ഇപ്പൊ തുടങ്ങിയാല 22, 23 ആവുമ്പോ ആവുള്ളൂ. സ്വഭാവം എനിക്കറിഞ്ഞൂടെ. തുടങ്ങിക്കോ ഓൺ ചെയ്യാൻ. ഓഫ് ചെയ്യാനുള്ള ആവേശം ഓൺ ചെയ്യാനില്ലല്ലോ. വിഷ്ണുവിന്റെ ക്യാമറ ഒക്കെ സെറ്റ് ആയ? എത്ര നാളായി തന്നെ ഞാൻ കണ്ടിട്ട്. ചിരിച്ചാ മതി. ഓക്കെ, തുടങ്ങാം. എഴുതിക്കോ. ലാസ്റ്റ് ആൻഡ് ഫൈനൽ ചാപ്റ്റർ ഓഫ് +1, ചാപ്റ്റർ 9, ഹൈഡ്രോകാർബൺസ്. ഷായത് ഇത് കഴിഞ്ഞൂടാ +1. പാസ്സാവാണെങ്കിൽ നമുക്ക് +2 പോവാം. ഈ പാസ്സാവുന്നൊക്കെ എനിക്കറിയാം, ഞാൻ വെറുതെ പറയണ്ട. ഞാൻ അവനെങ്ങനെ പറയുന്നുള്ളൂ, ആ ചെക്കനൊക്കെ പഠിക്കും. എടാ എല്ലാരും ക്യാമറ ഓൺ ചെയ്തേ. സമയൊക്കെ ആയി. ചാപ്റ്റർ 9, ഹൈഡ്രോകാർബൺസ്. അപ്പൊ നമ്മള് ആൽക്കീൻസും ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വിചാരിക്കുന്നത്. ആൽക്കീൻസ് എത്താനുള്ള സാധ്യത വളരെയധികം കുറവാണ്. നമുക്ക് നോക്കാം. ഓക്കെ, എന്തായാലും ആൽക്കീൻസ് പറഞ്ഞു തുടങ്ങാം. അപ്പൊ ഹൈഡ്രോ കാർബൺസ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഹൈഡ്രജനും കാർബണും ഉള്ള ആൾക്കാർ. ഓക്കെ, നമ്മുടെ ഓർഗാനിക് കോമ്പൗണ്ട്സിന്റെ ഒരു ഇമ്പോർട്ടന്റ് ടൈപ്പ് ഓഫ് ആൾക്കാരാണ് ഹൈഡ്രോ കാർബൺസ്. ഹൈഡ്രോ കാർബൺസ് എന്ന് പറഞ്ഞാല് ഹൈഡ്രജനും കാർബണും ഉള്ള ആൾക്കാര്. അതായത് ഇപ്പോ C6H6, CH4, C3H8 ഇങ്ങനെയൊക്കെ പറഞ്ഞ പല പല ഫോർമുലയിൽ നിങ്ങൾ കണ്ടിട്ടില്ലേ? അല്ലെങ്കിൽ C6H5OH ഇങ്ങനെയൊക്കെ കണ്ടിട്ടുള്ള ആൾക്കാരെയാണ് നമ്മൾ മെയിൻ ആയിട്ട്. ഈ ഓയും എച്ചും വരുമ്പോൾ വ്യത്യാസം വരുന്നുണ്ട്. കാർബണും ഹൈഡ്രജനും മാത്രമുള്ള ആൾക്കാരെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഹൈഡ്രോ കാർബൺസ് എന്ന് പറയുന്നത്. അപ്പൊ എന്റെ മക്കൾ എഴുതി വെച്ചോ. ഹൈഡ്രോ കാർബൺസ് എന്ന് പറഞ്ഞാല് കോമ്പൗണ്ട്സ്, ഓർഗാനിക് കോമ്പൗണ്ട്സ് കണ്ടെയ്നിങ് carbon and hydrogen only. The compounds, organic compounds containing carbon and hydrogen. ഇപ്പൊ പോയ ആൾക്കാരൊന്നും എന്താ വരാത്തെ? നഷ്വാൻ. ഓക്കെ. ഡെൽവിൻ എന്തോ ഇൻഫോം ചെയ്തിട്ടുണ്ടായിരുന്നു, ട്രാവലിംഗ് ആണ്. ഇറ്റ്സ് ഓക്കെ. പിന്നെ ആരാ? അഭിറാം ഇഷ്യു പറഞ്ഞിട്ടുണ്ട്, ദേവപ്രിയ പറഞ്ഞിട്ടുണ്ട്, അമൃത പറഞ്ഞിട്ടുണ്ട്, അനിത, നഷ്വാൻ, ആദിത്യ ആൻഡ് അഫ്രീന. എന്റെ മക്കള് തുടങ്ങിക്കോട്ടാ. ഹൈഡ്രോ കാർബൺസിന്റെ ക്ലാസിഫിക്കേഷൻ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അപ്പൊ ഹൈഡ്രോ കാർബൺസ് എന്ന് പറഞ്ഞാല് ഹൈഡ്രജനും കാർബണും ഉള്ള ആൾക്കാര്. അതിന്റെ തന്നെ 2 ടൈപ്പാണ് മെയിൻ ആയിട്ടുള്ളത്. സ്ട്രെയിറ്റ് ചെയിൻ. ഓക്കെ, അലിഫാറ്റിക് എന്ന് പറഞ്ഞാല് ഒറ്റ ലൈനായിട്ട് വരില്ലേ, വേറെ റിംഗ് സ്ട്രക്ചർ ഒന്നും ഇല്ലാത്ത ആൾക്കാര്. ഓക്കെ, അവരിത് എങ്ങനെയൊക്കെ ഇരിക്കും ഏകദേശം CH2, 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 CH3. അതായത് ഇങ്ങനെ ലൈൻ പോലെ കണ്ടിട്ടില്ലേ? ചിലപ്പോ കുറച്ച് ബ്രാഞ്ചസ് ഒക്കെ ഉണ്ടാവും, അല്ലാതെ ക്ലോസ്ഡ് ആയിരിക്കില്ല. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നമുക്ക് അവരെ ഓപ്പൺ ചെയിൻ ഹൈഡ്രോ കാർബൺസ് എന്നും പറയാം. ഓക്കെ, അതാണ് നമ്മുടെ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ. ഇനി ഇതേപോലെ തന്നെ ക്ലോസ്ഡ് ചെയിൻ അല്ലെങ്കിൽ സൈക്ലിക് ആയിട്ടുള്ള ആൾക്കാരുണ്ട്, നമ്മുടെ ബെൻസീനൊക്കെ പോലെ ഇങ്ങനെ ഇരിക്കുന്ന ആൾക്കാര്, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള കുറെ ആൾക്കാരൊക്കെ ഉണ്ട്. ഓക്കെ, അത് വിട്. അപ്പൊ ഞാൻ നിങ്ങൾക്ക് അത് മനസ്സിലാൻ വേണ്ടി പറഞ്ഞതാണ്. ഹൈഡ്രോ കാർബൺസ് എന്ന് പറഞ്ഞാൽ ഹൈഡ്രജനും കാർബണും മാത്രമുള്ള ആൾക്കാര്. അത് 2 ടൈപ്പ് ഉണ്ട്, ക്ലോസ്ഡ് ചെയിൻ അല്ലെങ്കിൽ ഓപ്പൺ ചെയിൻ. ഓപ്പൺ ചെയിൻ എന്ന് പറഞ്ഞാൽ എന്താ? അലിഫാറ്റിക്, അതായത് സ്ട്രെയിറ്റ് ചെയിൻ വിത്ത് ബ്രാഞ്ചസ്. അവർക്ക് ഇങ്ങനെ അടച്ചുറപ്പുള്ള ഒരു സെറ്റപ്പ് ഒന്നും ആയിരിക്കില്ല. നേരെ തിരിച്ച് ക്ലോസ്ഡ് ചെയിൻ എന്ന് പറഞ്ഞാൽ എങ്ങനെ വന്നാലും അവർ തുറന്നു വെക്കാൻ പറ്റില്ല, തുറന്നു വെക്കില്ല. അതുകൊണ്ടാണല്ലോ അവർ ക്ലോസ്ഡ് എന്ന് പറയുന്നത്. അവർ സൈക്ലിക് ആയിരിക്കും. ഓക്കെ, ഇനി വീണ്ടും ഈ അലിഫാറ്റിക്കിൽ തന്നെ സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺസ് ഉണ്ട്, അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺസ് ഉണ്ട്. സാച്ചുറേറ്റഡ് എന്ന് പറഞ്ഞാൽ സിംഗിൾ ബോണ്ട് മാത്രമേ ഉണ്ടാവുള്ളൂ. അൺസാച്ചുറേറ്റഡ് എന്ന് പറഞ്ഞാൽ ഡബിൾ ബോണ്ടും ട്രിപ്പിൾ ബോണ്ടും. ഓക്കെ, ഈ സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺസ് ആണ് ആൽക്കെയിൻസ്. കണ്ട എ വരുന്നത് ആൽക്കെയിൻസ്. ഓക്കെ, അൺസാച്ചുറേറ്റഡിൽ ഞാൻ പറഞ്ഞു ഡബിൾ ബോണ്ട് വരുന്ന ആൾക്കാരും വരും, ട്രിപ്പിൾ ബോണ്ട് വരുന്ന ആൾക്കാരും വരും. ഡബിൾ ബോണ്ട് ആണെങ്കിൽ ആൽക്കീൻസ്,
ട്രിപ്പിൾ ബോണ്ട് ആണെങ്കിൽ ആൽക്കൈൻസ്. ഓക്കെ, ഇതിപ്പോ നിങ്ങൾക്ക് വലിയൊരു സംഭവമൊക്കെ പോലെ തോന്നും. അടുത്ത കൊല്ലം ഇത് ഘോരഘോരം നിങ്ങൾ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. എല്ലാ റിയാക്ഷൻസിൽ ഇതന്നെ വരും. ഇതൊന്നും ഒരു സംഭവമല്ല. അടുത്ത കൊല്ലം നിങ്ങൾക്ക് ഭയങ്കര ഏറ്റവും ബേസ് ആയിട്ട് തോന്നുന്നതൊക്കെ കാണുമ്പോ. അടുത്ത കൊല്ലം ഓർമ്മ ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഈ കൊല്ലം പഠിപ്പിച്ചു തരുന്നത്. ഓക്കെ, ഇനി ക്ലോസ്ഡ് ചെയിനിൽ തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട്. ആലിസൈക്ലിക്. ഓക്കെ, അലിഫാറ്റിക് അല്ല. അലിഫാറ്റിക് ഇവിടെ സ്ട്രേറ്റ് ചെയിനിന് വിളിക്കുന്ന പേരാണ് അലിഫാറ്റിക്. ഇവിടെ നമുക്ക് എന്താ വന്നത്? ആലിസൈക്ലിക് ഹൈഡ്രോ കാർബൺസും ആരോമാറ്റിക് ഹൈഡ്രോ കാർബൺസും. ഈ ആലിസൈക്ലിക് എന്ന് പറഞ്ഞാലേ ബെൻസീന്റെ സ്ട്രക്ചർ ഉണ്ടാവില്ല. യെസ്, അതായത് ഈ സൈക്ലോപെന്റീൻ, സൈക്ലോഹെക്സീൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ ഇരിക്കുന്ന സ്ട്രക്ചേഴ്സ് ഇല്ലേ, ഇതാണ് ആലിസൈക്ലിക്കിൽ വരുന്നത്. അരോമാറ്റിക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബെൻസീൻ സ്ട്രക്ചേഴ്സും നോൺ ബെൻസീൻ സ്ട്രക്ചേഴ്സും വരുന്ന ആൾക്കാർ. ഓക്കെ, ബെൻസീനോയിഡ്സ് ആൻഡ് നോൺ ബെൻസീനോയിഡ്സ്. ഇപ്പൊ ഫീനോൾ, ടൊലുവിൻ, നാഫ്തലിൻ എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്ന ആൾക്കാർ. ഓക്കെ, അരോമാറ്റിക്കിൽ തന്നെ വീണ്ടും രണ്ട് ടൈപ്പ് ഉണ്ട്. ബെൻസീൻ റിങ് വരുന്ന ആൾക്കാരും ബെൻസീൻ റിങ് വരാത്ത ആൾക്കാരും. ബെൻസീൻ റിങ് വരുന്ന ആൾക്കാരെ നമ്മൾ ബെൻസീനോയിഡ്സ് എന്ന് വിളിക്കും, അല്ലാത്തവരെ നമ്മൾ നോൺ ബെൻസീനോയിഡ്സ് എന്ന് വിളിക്കും. അപ്പൊ ഞാൻ നിങ്ങളോട് ഇത്ര നേരം പറഞ്ഞത് ഹൈഡ്രോ കാർബൺസിന്റെ ക്ലാസിഫിക്കേഷൻ ആണ്. ഇത് വരാണെങ്കിൽ ഒരു 3 മാർക്ക് അല്ലെങ്കിൽ 4 മാർക്ക് ക്വസ്റ്റൻ ആയിട്ടാണ് വരാം. അപ്പൊ ഹൈഡ്രോ കാർബൺസ് പറഞ്ഞാൽ ഹൈഡ്രജനും കാർബണും മാത്രമുള്ള ആൾക്കാര് രണ്ട് ടൈപ്പ് ഉണ്ട്. ഓപ്പൺ ചെയിനും ക്ലോസ്ഡ് ചെയിനും. ഓപ്പൺ ചെയിൻ എന്ന് പറഞ്ഞാൽ അലിഫാറ്റിക്, ക്ലോസ്ഡ് ചെയിൻ എന്ന് പറഞ്ഞാല് ഏതാ? ഒരൊറ്റ എണ്ണം ചുണ്ടാനൊക്കെ അറ്റ്ലീസ്റ്റ് എന്റെ കൂടി ഇരുന്ന് പറ. സൈക്ലിക്. ഓക്കെ, അലിഫാറ്റിക്കിൽ തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട്. സാച്ചുറേറ്റഡും അൺസാച്ചുറേറ്റഡും. സാച്ചുറേറ്റഡ് എന്ന് പറഞ്ഞാൽ സിംഗിൾ ബോണ്ട് മാത്രം വരുന്ന ആൾക്കാരെ വരുള്ളൂ, ആൽക്കെയിൻസ്. അൺസാച്ചുറേറ്റഡിൽ ഡബിൾ ബോണ്ടും ട്രിപ്പിൾ ബോണ്ടും വരും, ആൽക്കീൻസ് ആൻഡ് ആൽക്കൈൻസ്. അപ്പൊ അത് കഴിഞ്ഞു. ഇനി നമ്മുടെ ക്ലോസ്ഡിലേക്ക് വരാണ്. അത് രണ്ട് ടൈപ്പ് ഉണ്ട്. ഏതൊക്കെയാ? ആലിസൈക്ലിക്കും അരോമാറ്റിക്കും. അലിസൈക്ലിക്കിന്റെ ഫർദർ ക്ലാസിഫിക്കേഷൻ ഇപ്പൊ നിങ്ങൾക്ക് പഠിക്കാനില്ല. അരോമാറ്റിക്കിന്റെ ആണ് പഠിക്കാനുള്ളത്. ബെൻസീനും ബെൻസീനോയിഡ്സ്. ഓക്കെ, നോൺ ബെൻസീനോയിഡ്സും ബെൻസീനോയിഡ്സ്. ബെൻസീൻ വരാണെങ്കിൽ ബെൻസീനോയിഡ്സ്, ബെൻസീൻ ഇല്ലെങ്കിൽ നോൺ ബെൻസീനോയിഡ്സ്. ഇത്രേ ഉള്ളൂ. ക്ലാസിഫിക്കേഷൻ കഴിഞ്ഞോ? എല്ലാവരും എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വെച്ചോ? 10th പഠിച്ചിട്ടുണ്ട്. യെസ്, എനിക്കറിയാം. കുറച്ച് പേരൊക്കെ കേട്ടിട്ടുണ്ട്. കുറെ പേരുടെ സിലബസിൽ ഇതില്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. എഴുതിയോ? ആരെങ്കിലൊക്കെ എഴുതിയിട്ടില്ല? യെസ്, എഴുതി. എന്റെ മക്കൾ നോക്കിക്കോ, ആൽക്കെയിൻസ്. അപ്പൊ നമ്മൾ ആദ്യം തന്നെ ആൽക്കെയിൻസ് ആണ് പഠിക്കാൻ പോണത്. നിങ്ങൾക്ക് ആകെ പഠിക്കാനുള്ളത് ആൽക്കെയിൻസ്, ആൽക്കീൻസ്, ആൽക്കൈൻസ്. അപ്പൊ അതിനകത്ത് തന്നെ ഫസ്റ്റ് ടോപ്പിക് ആണ് നമ്മൾ പഠിക്കാൻ പോണ ആൽക്കെയിൻ. അപ്പൊ ആൽക്കെയിൻ എന്ന് പറഞ്ഞാല് സിംഗിൾ ബോണ്ട് വരുന്ന ആൾക്കാർ. സിംഗിൾ ബോണ്ട് വരുന്ന ആൾക്കാർ. അവരുടെ ഫോർമുല എന്ന് പറഞ്ഞാല് CnH2n+2. ഓക്കെ, ഇതിനകത്ത് കാർബൺ എന്ന് പറഞ്ഞാൽ sp3 ഹൈബ്രിഡൈസ്ഡ് കാർബൺ ആയിരിക്കും. sp3 ഹൈബ്രിഡൈസ്ഡ് കാർബൺ. പിന്നെ ഇവര് സാച്ചുറേറ്റഡ് ആണ്. ഞാൻ പറഞ്ഞതില്ലേ, സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺസിലുള്ളതാണ് ആൽക്കെയിൻസ്. അപ്പൊ ഇവര് സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺസ് ആണ്. അപ്പൊ ആൽക്കെയിൻസ് ആണ് സിംഗിൾ ബോണ്ട് വരുന്ന ആൾക്കാര്. CnH2n+2 എന്നാണ് അവരുടെ ഫോർമുല വരുന്നത്. sp3 ഹൈബ്രിഡൈസ്ഡ് കാർബൺ ആണ്, സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺസ് ആണ്. ഇത്ര കാര്യം എഴുതി വെച്ചാ? എഴുതി വെച്ചു. അടുത്ത് എഴുതിക്കോ. അവരുടെ ജനറൽ ഫോർമുല ഞാൻ പറഞ്ഞു. ഇനി എന്റെ മക്കൾ നോക്കിക്കോ, പ്രിപ്പറേഷൻ ഓഫ് ആൽക്കെയിൻസ്. അതിന് മുമ്പ് ഞാൻ നിങ്ങളുടെ അടുത്ത് നെയിമിംഗ് ഓർമ്മയുണ്ടോ എന്ന് നോക്കട്ടെ. ഞാൻ പറഞ്ഞു സിംഗിൾ ബോണ്ടഡ് സ്ട്രക്ചേഴ്സ് ആണ്. അതൊക്കെ ഓർമ്മയില്ലേ? ഇങ്ങനെ ഒറ്റ ചെയിൻ ആയിട്ട് ഇങ്ങനെ വരും എന്നാണ് ഞാൻ പറഞ്ഞത്. എനിവേ, ഇനി എനിക്ക് നെയിമിംഗ് ഓർമ്മയുണ്ടോ നോക്കട്ടെ ഞാൻ. CH3, CH, CH2, CH3, CH2, CH3. ഇതൊന്ന് നെയിം ചെയ്തേ. എല്ലാരും നെയിം ചെയ്തിട്ട് എനിക്കൊന്ന് പറഞ്ഞേ. ഞാൻ തന്നെയല്ലേ നിങ്ങൾ നെയിമിംഗ് പഠിപ്പിച്ച കഴിഞ്ഞ ചാപ്റ്ററിൽ? വേഗമായിക്കോട്ടെ. ആദ്യം തന്നെ ലോങ്സ്റ്റ് ചെയിൻ ഐഡന്റിഫൈ ചെയ്യാ. യെസ്, വെരി ഗുഡ്. യെസ് യെസ്, വെരി ഗുഡ്. രണ്ടുപേരുടെ ആൻസർ കണ്ടു. ലോങ്സ്റ്റ് ചെയിൻ ഏതാണ്? 1 2 3 4 5. 5 കാർബൺ
അല്ലെ? തേർഡ് പൊസിഷനിൽ ഒരു മീതൈൽ ഗ്രൂപ്പ് ഉണ്ട്. അപ്പോ 3-methyl pentane. ഓക്കെ, അപ്പൊ നെയിമിംഗ് ഒക്കെ ഓർമ്മയുണ്ട്, കുഴപ്പമില്ല. ഒരാള് തെറ്റിച്ചു. എടാ, ബ്യൂട്ടൈനേക്കാളും വലിയ ചെയിൻ അല്ലേ പെന്റെയിൻ? ഒന്നും കൂടെ ചെക്ക് ചെയ്തോളോട്ടെ അടുത്ത പ്രാവശ്യം. ഓക്കെ. പിന്നെ മക്കൾ നോക്കിക്കോ, പ്രിപ്പറേഷൻ നിങ്ങൾക്ക് മെയിൻ ആയിട്ട് 3 മെത്തേഡ്സ് ആണ് പഠിക്കാനുള്ളത്. അതായത് ആൽക്കെയിൻസിനെ എങ്ങനെ ഉണ്ടാക്കാന്ന്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് മെത്തേഡ് അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺസ്. അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺസ് എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ പറഞ്ഞില്ലേ, ഡബിൾ ബോണ്ടും ട്രിപ്പിൾ ബോണ്ടും വരുന്ന ആൾക്കാര്, അതാണ് അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺസ്. അപ്പൊ അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺസിൽ നിന്ന് എനിക്ക് ഉണ്ടാക്കാം, ആൽക്കൈൽ ഹാലൈഡ്സിൽ നിന്ന് ഉണ്ടാക്കാം, കാർബോക്സിലിക് ആസിഡ്സിൽ നിന്ന് ഉണ്ടാക്കാം. 3 മെത്തേഡ്സ് ആണ് ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ പോണത്. ഓക്കെ ചാരിത്, ഓക്കെ. ഞാൻ നിങ്ങൾക്ക് ആൽക്കെയിൻസ് ഇതൊന്ന് സൈഡിൽ എവിടെയെങ്കിലും എഴുതി വെച്ചോ. ആൽക്കെയിൻസ്, ആൽക്കീൻസ്, ആൽക്കൈൻസ്. ഇതിപ്പോ തന്നെ പറഞ്ഞു എനിക്ക് പിന്നെ പഠിപ്പിക്കുമ്പോൾ എളുപ്പമായിരിക്കും. ആൽക്കീൻ എന്ന് പറഞ്ഞാൽ സിംഗിൾ ബോണ്ട് വരുന്ന ആൾക്കാര്, ആൽക്കീൻ എന്ന് പറഞ്ഞാൽ ഡബിൾ ബോണ്ട് വരുന്ന ആൾക്കാര്, ആൽക്കൈൻ എന്ന് പറഞ്ഞാൽ ട്രിപ്പിൾ ബോണ്ട് വരുന്ന ആൾക്കാര്. ഓക്കെ, ഇവരുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല് താഴേക്ക് വരും തോറും ഹൈഡ്രജന്റെ അമൗണ്ട് കുറഞ്ഞു വരും. അങ്ങനത്തെ രീതിയിൽ പഠിച്ച് നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ആൽക്കൈനിന്റെ ഫോർമുല എന്ന് പറഞ്ഞാല് CnH2n+2. ഓക്കെ, അടുത്തതിന്റെ ഫോർമുല CnH2n. അതായത് ഒരു ആൽക്കീൻ എന്ന് പറഞ്ഞ ഒരു സാധനമാണ് എന്റെ ഓർഗാനിക് കോമ്പൗണ്ട് എന്നുണ്ടെങ്കിൽ അതിന്റെ ഫോർമുല ഇങ്ങനെയായിരിക്കും. ഇപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഇപ്പൊ ഇതിന്റെ സ്ഥാനത്ത് എന്നിന്റെ സ്ഥാനത്ത് ഞാനൊരു 1 ഇട്ട് കൊടുത്തു. C1H2 × 1, അതായത് CH2. ഓക്കെ, ഇങ്ങനെയൊക്കെയാണ് വരാന്ന്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതൊരു ആൽക്കീൻ ആയിരിക്കും. അപ്പൊ അതവിടെ ഇരിക്കട്ടെ. അപ്പൊ നിങ്ങൾ അതിന്റെ ജനറൽ ഫോർമുല ഒക്കെ കൂടുതൽ എഴുതി വെച്ചോ, കൂടെ തന്നെ എഴുതി വെച്ചോ. CnH2n, അടുത്തത് CnH2n-2. ഓക്കെ, അപ്പോ ഇതിലാണ് ഏറ്റവും കൂടുതൽ ഹൈഡ്രജൻ അല്ലെ? എന്നിന്റെ കൂടെ 2 എണ്ണം കൂടുതലാ. ഇവിടെ വന്നപ്പോ എന്നിന്റെ കൂടെയുള്ള 2 എണ്ണം കൂടുതൽ ഇല്ല. താഴെ വന്നപ്പോ എന്നിന്റെ കൂടെ 2 എണ്ണം കുറച്ചു ഞാൻ. അപ്പൊ ആൽക്കെയിൻ, ആൽക്കീൻ, ആൽക്കൈൻ. ആൽക്കെയിൻ എന്ന് പറഞ്ഞ സിംഗിൾ ബോണ്ട്, ആൽക്കീൻ എന്ന് പറഞ്ഞ ഡബിൾ ബോണ്ട്, ആൽക്കൈൻ എന്ന് പറഞ്ഞ ട്രിപ്പിൾ ബോണ്ട്. അങ്ങനെയുള്ളവരെയാണ് നമ്മൾ അങ്ങനെ പേരിട്ടേക്കുന്നത്. പിന്നെ എന്താണ് പ്രത്യേകത? CnH2n+2. ഏറ്റവും കൂടുതൽ ഹൈഡ്രജൻസ് ഉള്ളത് ആൽക്കെയിൻസില്. ആൽക്കീൻസിനകത്ത് ഇത്തിരിയും കൂടെ കുറഞ്ഞു, CnH2n. ആൽക്കൈനിൽ വീണ്ടും കുറഞ്ഞു, CnH2n-2. ക്യാമറ എന്ത് ഇത്ര അധികം ഓഫ്? അർച്ചന മാം ഒന്ന് ചെക്ക് ചെയ്യണം കേട്ടോ, കുറച്ചധികം ഓഫാണ്. ഓക്കെ, പിന്നെ മക്കളെ എഴുതിക്കോ. ഫസ്റ്റ് മെത്തേഡ് ഫ്രം അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺസ്. എങ്ങനെയാണ് അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺസിൽ നിന്ന് ഞാൻ ഉണ്ടാക്കണേന്ന്? അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺസിൽ നിന്ന് ഞാൻ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുക? അപ്പൊ എന്തൊക്കെയായിരുന്നു എന്റെ അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺസ്? അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺസ് എന്ന് പറഞ്ഞാല് ആൽക്കീൻസും ആൽക്കൈൻസും. ആൽക്കീൻസ് ആൻഡ് ആൽക്കൈൻസ്, അതായത് ഡബിൾ ബോണ്ടും ട്രിപ്പിൾ ബോണ്ടും വരുന്ന ആൾക്കാർ. ഓക്കെ, ഇനി അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺസിൽ നിന്ന് നമുക്ക് പ്രിപ്പയർ ചെയ്യാം. അപ്പൊ അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺസ് എന്ന് പറഞ്ഞാൽ എന്താ ഫോർമുല വരുന്നത്? ഒന്നില്ലെങ്കിൽ CnH2n അല്ലെങ്കിൽ CnH2n-2 അല്ലെ? ഇതിന്റെ ഹൈഡ്രജന്റെ എണ്ണം കൂട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ആൽക്കെയിൻ ആക്കിക്കൂടെ? ഇതിന്റെ കൂടെ ഒരു +2, ഇതിന്റെ കൂടെ ഒരു +4 ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്റെ ആൽക്കെയിൻ ആയില്ലേ? ഇങ്ങനെയല്ല ചെയ്യുന്നത്.
നിങ്ങൾക്ക് ഓർക്കാൻ വേണ്ടി പറഞ്ഞെന്താ, ഹൈഡ്രജന്റെ എമൗണ്ട് കൂട്ടി കഴിഞ്ഞു കഴിഞ്ഞാല് ആൽക്കീൻസിനെയും ആൽക്കൈൻസിനെയും എനിക്ക് ആൽക്കീൻസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാം. അപ്പോ ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്ന എന്റെ മെത്തേഡിന്റെ പേര് ഹൈഡ്രോജിനേഷൻ. ഹൈഡ്രോജിനേഷൻ എന്ന് പറഞ്ഞാല് അഡീഷൻ ഓഫ് ഹൈഡ്രജൻ. എവിടെയെങ്കിലും എഴുതി വെച്ചോ, ഹൈഡ്രോജിനേഷൻ എന്ന് പറഞ്ഞാല് അഡീഷൻ ഓഫ് ഹൈഡ്രജൻ. അപ്പൊ എന്റെ അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺസ്, അതായത് ആൽക്കെയിൻസ് അല്ലെങ്കിൽ ആൽക്കീൻസ് അല്ലെങ്കിൽ ആൽക്കൈൻസ് എടുക്കുന്നു. അതിലേക്ക് ഞാൻ ആര് ആഡ് ചെയ്യുന്നു, ഹൈഡ്രജനെ ആഡ് ചെയ്യുന്നു. ഇതിന് ഞാൻ കാറ്റലിറ്റിക് ഹൈഡ്രോജനേഷൻ എന്നാ പറഞ്ഞത്. കാറ്റലിറ്റിക് ഹൈഡ്രോജനേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, എന്താണ് കാറ്റലിറ്റിക് ഹൈഡ്രോജനേഷൻ? ഒരു കാറ്റലിസ്റ്റിനെ ആഡ് ചെയ്യുന്നു, അത്രേ ഉള്ളൂ വ്യത്യാസം. ഇവിടെ യൂസ് ചെയ്യുന്ന കാറ്റലിസ്റ്റ് എന്ന് പറയുന്നത് NiPt or PD. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടോ എന്ന് അറിയില്ല, ഇനി നിങ്ങളുടെ സീനിയേഴ്സിന് അറിയാം. നീ പോടാ പട്ടി എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ അവരെ പഠിപ്പിച്ചു വെച്ചത്. NiPd/Pt ഓർക്കാൻ എളുപ്പത്തിന്. ഓക്കെ, ഈ 3 സാധനങ്ങളും നല്ല റിഡ്യൂസിങ് ഏജൻസ് ആണ്. എങ്ങനെയെങ്കിലും ഓർക്ക്. ഇത് ആരുടെ ഓഡിയോ ഓൺ ആണല്ലോ. പിന്നെ മക്കളെ എഴുതി വെച്ചോ, അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺസ്, ആൽക്കീൻസ് അല്ലെങ്കിൽ ആൽക്കൈൻസ് എടുക്കുക, ഹൈഡ്രജൻ ആഡ് ചെയ്യുക, കാറ്റലിസ്റ്റിന്റെ പ്രസൻസ്. ഈ പറഞ്ഞ എല്ലാ കാറ്റലിസ്റ്റ് എഴുതുന്നില്ല കേട്ടാ, ഏതെങ്കിലും ഒരെണ്ണം എഴുതിയാൽ മതി. നോ ജോയൽ. Patti is an animal. It's not a bad word. അയ്യടാ, അതിന്റെ കയ്യിലിരിപ്പുകാരനാണ് ഷാഹിദ്. ഓക്കെ, എന്റെ മക്കളെ എഴുതപ്പോ അതിന്റെ റിയാക്ഷൻ പറഞ്ഞ എഴുതിക്കോ. CH2 ഡബിൾ ബോണ്ട് CH2, ഇതൊരു ആൽക്കീൻ ആണ്, ആൽക്കീൻ. അതിനകത്തേക്ക് ഞാൻ എന്താ ആഡ് ചെയ്തു, ഹൈഡ്രജൻ ആഡ് ചെയ്തു ഇൻ ദ പ്രസൻസ് ഓഫ് NiPd/Pt. ഏത് വേണമെങ്കിലും എഴുതിക്കോ. അപ്പൊ നിങ്ങൾക്ക് എന്താ കിട്ടുന്നത്, ഈ ഡബിൾ ബോണ്ട് ബ്രേക്ക് ആവും. ഓക്കെ, എന്നിട്ട് ഒരു ഹൈഡ്രജൻ ഇവിടെ കയറും, ഒരു ഹൈഡ്രജൻ ഇപ്പുറത്ത് കയറും. അപ്പൊ നിങ്ങൾക്ക് CH3 സിംഗിൾ ബോണ്ട് CH3, ഇത് ഒരു ആൽക്കെയിൻ ആണ്. ഇങ്ങനെ ഒരു 2 ക്വസ്റ്റ്യൻ തന്നു നിങ്ങൾ ചെയ്യോ? ആ ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്ത് അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് ഓരോ ഹൈഡ്രജനെ കൊടുത്തിട്ട്. ഇവിടെ ഒരു ബുദ്ധിമുട്ടും ഇല്ല. CH2 ഡബിൾ ബോണ്ട് CH2, ഈ ബോണ്ട് ബ്രേക്ക് ആവും. എന്നിട്ട് ഞാൻ പറഞ്ഞു ഹൈഡ്രജൻ എന്ന് പറഞ്ഞാൽ എന്താ, ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അപ്പൊ ഇതും ബ്രേക്ക് ആയിട്ട് ഒരു ഹൈഡ്രജൻ ഇവിടെ വരും, ഒരു ഹൈഡ്രജൻ ഇപ്പുറത്ത് വരും. അപ്പൊ CH3 സിംഗിൾ ബോണ്ട് CH3. ഇങ്ങനെയാണ് ഞാൻ ചെയ്തത്. ഇതേപോലെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ലേ? സിമ്പിൾ ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ ഞാൻ തരാട്ടാ. എഴുതി കഴിഞ്ഞു എല്ലാവരുടെയും? കഴിഞ്ഞില്ലേ? യെസ്. അപ്പൊ എന്റെ മക്കൾ എഴുതിക്കോ. ഇത് വേണ്ട, താഴത്തെ ക്വസ്റ്റ്യൻ ആദ്യം എഴുതിക്കോ. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് ചെയ്യാം. ഇത് ചെയ്തു ആദ്യം. CH3CH ഡബിൾ ബോണ്ട് CH2 പ്ലസ് H2 ഇൻ ദ പ്രസൻസ് ഓഫ് പ്ലാറ്റിനം. ഈ ഹൈഡ്രജൻ അവിടെയും അവിടെയും കയറും. വേഗം എഴുതിക്കോ. എത്ര കിട്ടുന്നേ ആൻസർ? ഇവിടെ കമന്റ് ചെയ്യടാ, എന്നിട്ട് എഴുതിയാ മതി പുസ്തകത്തില്. എഴുതാൻ എന്നിട്ട് ഇത്ര നേരം വേണ്ടല്ലോ. വിശാഖിയെ കമന്റ് ചെയ്തേ. യെസ്, ശിവാനി പറഞ്ഞു CH3 എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അതിന്റെ കൂടെ ഉള്ളതും കൂടെ. CH3 CH2 CH3. This is propane. വെരി ഗുഡ്. അപ്പൊ ഇതൊന്ന് ചെയ്യാൻ നോക്കിയേ. ഇതിന്റെ കേസിൽ ഇത് ഇവിടെയൊക്കെ ഞാൻ ഒരു ഹൈഡ്രജനെ യൂസ് ചെയ്തുള്ളൂ, കാരണം ഇതൊക്കെ ഡബിൾ ബോണ്ട് ആണ്, ആൽക്കെയിൻ ആണ്. പക്ഷെ ഇതൊന്ന് നോക്കിയേ, ട്രിപ്പിൾ ബോണ്ട് ആണ്, ഇതൊരു ആൽക്കൈൻ ആണ്. ഓക്കെ, ആൽക്കൈനെ ഞാൻ സിംഗിൾ ബോണ്ട് ആക്കി മാറ്റണം. അപ്പൊ ഞാൻ 2 ട്രിപ്പ് ഹൈഡ്രജൻ ആഡ് ചെയ്യണം. ഒരു ട്രിപ്പ് ആഡ് ചെയ്ത് എന്താ സംഭവിക്കും? ഇപ്പോഴും ഞാൻ 2H2 എന്ന് എഴുതിയിട്ടില്ലേ, അത് മാറ്റിയിട്ട് നിങ്ങൾ ഒരു H2 ആക്കുക. അപ്പൊ നിങ്ങൾക്ക് എന്ത് കിട്ടും? CH2 ഡബിൾ ബോണ്ട് CH2. ഇങ്ങനെയല്ലേ കിട്ടുള്ളൂ. വീണ്ടും ഒരു ഹൈഡ്രജനെയും കൂടി ആഡ് ചെയ്യണ്ടേ, അപ്പേല് നിങ്ങൾക്ക് CH3 സിംഗിൾ ബോണ്ട് CH3 കിട്ടാ. അത് ഒരുമിച്ച് എഴുതാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ 2H2 എന്ന് കൊടുത്തത്. മനസ്സിലായ? ഇതൊരു ആൽക്കൈൻ ആയതുകൊണ്ട്. അപ്പൊ എഴുതിക്കോ വേഗം അതിന്റെ ആൻസർ. നീട്ടിപ്പരത്തി എഴുതണമെന്നില്ല, ഒറ്റ സ്റ്റെപ്പിൽ എഴുതിയാൽ ഇത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി തന്നതാ. എന്താ ആൻസർ കിട്ടണത്? CH3 സിംഗിൾ ബോണ്ട് CH3.
C2H6 ഈതേ കറക്റ്റ്. ഓക്കെ ആണോ? ഇതാണ് നമ്മുടെ ഫസ്റ്റ് മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ. അടുത്ത നോക്കിക്കോ, ഫ്രം ആൽക്കൈൽ ഹാലൈഡ്സ്. എങ്ങനെയാണ് ആൽക്കൈൽ ഹാലൈഡ്സ് എന്ന് പറയുന്നത്? ആൽക്കൈൽ ഗ്രൂപ്പ് എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായില്ലേ? ആൽക്കേനിന്ന് ഒരു ഹൈഡ്രജന് റിമൂവ് ചെയ്യാം. അതായത് CH4 ആണ് ഒരു ആൽക്കെയിൻ എന്നുണ്ടെങ്കിൽ അതിനകത്ത് നിന്ന് ഒരു ഹൈഡ്രജനെ കളഞ്ഞ CH3 എന്ന് പറഞ്ഞാൽ മീഥൈൽ ഗ്രൂപ്പ്. നെയിമിങ്ങിന്റെ സമയത്ത് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായി. ഈഥേൻ എന്ന് പറഞ്ഞാൽ എന്താ? C2H6. അതിനകത്ത് നിന്ന് ഒരു ഹൈഡ്രജനെ കളഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാല് C2H5, അത് ഈഥൈൽ ഗ്രൂപ്പ്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയില്ലേ? ആൽക്കൈൽ ഹാലൈഡ് എന്ന് പറഞ്ഞാല് ഈ സാധനത്തിന്റെ കൂടെ ഒരു ഹാലജൻ വരാം. അതായത് ഇപ്പൊ CH3X എന്നുള്ള ഫോർമുല, അല്ലെങ്കിൽ C2H5X. ഈ X എന്ന് പറയുന്നത് ആരൊക്കെയാവാം? ക്ലോറിൻ, ബ്രോമിൻ, ഫ്ലൂറിൻ, അയഡിൻ. ഓക്കെ, ഇതാണ് ആൽക്കൈൽ ഹാലൈഡ്സ്. ഓക്കെ, അപ്പൊ ആൽക്കൈൽ ഹാലൈഡ്സ് എന്നാണ് എന്റെ നെക്സ്റ്റ് പ്രിപ്പറേഷൻ. എഴുതിക്കോ, വുഡ്സ് റിയാക്ഷൻ എന്ന് പറയും. ആ റിയാക്ഷന്റെ പേര് വുഡ്സ് റിയാക്ഷൻ. ഈ ഓർഗാനിക് കെമിസ്ട്രിയിൽ കുറെ നെയിംഡ് റിയാക്ഷൻസ് ഉണ്ട്. അത് വെറുതെ പഠിച്ചാൽ പോരാ, നെയിംഡ് ആയിട്ട് തന്നെ പഠിക്കണം. കാരണം ചിലപ്പോൾ നിങ്ങളുടെ അടുത്ത് ഒരു ഇക്വേഷൻ ചോദിച്ചിട്ട് അതിന്റെ ആൻസർ എഴുതാൻ പറഞ്ഞതിന് ശേഷം നെക്സ്റ്റ് സ്റ്റെപ്പിൽ ചോദിക്കുക ഏത് റിയാക്ഷൻ ആയിരുന്നു, അതിന്റെ പേര് എഴുതാ. ഒരു മാർക്ക് അത് പഠിച്ചില്ലെങ്കിൽ കിട്ടില്ല. അത് ഈ കൊല്ലം പ്രശ്നമാണ്, പക്ഷെ അടുത്ത കൊല്ലം മൊത്തത്തിൽ പ്രശ്നമാണ്. കാരണം എല്ലാ ക്വസ്റ്റ്യനിലും അത് ചോദിക്കും. നിങ്ങളൊന്നും എഴുതേണ്ടി വരില്ല പിന്നെ പേപ്പറിൽ. വീണ്ടും ആരുടെയോ മൈക്ക് കണ്ടിട്ട് എല്ലാ ബാധ എങ്ങാനുണ്ടോ? ഓക്കെ, വുഡ്സ് റിയാക്ഷൻ എഴുതിക്കോ പിന്നെ മക്കള്. വുഡ്സ് റിയാക്ഷനിൽ നമ്മള് ആൽക്കൈൽ ഹാലൈഡ്സ്, അതായത് ആർ വാട്സ് റിയാക്ഷനോ, ഇതിന് വുഡ്സ് റിയാക്ഷൻ എന്നാ പറയാ. യു അല്ലേ അവിടെ കിടക്കുന്നത്? എന്നിട്ട് ടീച്ചർ ആരാ? ഞാൻ അത് കാണാൻ വരുന്നുണ്ട്. ശരി, അപ്പൊ നമ്മൾ ആൽക്കൈൽ ഹാലൈഡിനെ എടുത്തിട്ട് മെറ്റാലിക് സോഡിയം ആയിട്ട് ട്രീറ്റ് ചെയ്യും. എന്തിന്റെ പ്രസൻസില്? ഡ്രൈ ഈതർ. ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആട്ടോ. ഡ്രൈ ഈതർ മെറ്റാലിക് സോഡിയം. അപ്പൊ ഇങ്ങനെ വേണം എഴുതാൻ, സോഡിയം ഇൻ പ്രസൻസ് ഓഫ് ഡ്രൈ ഈതർ. എന്നാലാണ് റിയാക്ഷൻ നടക്കുള്ളൂ. അപ്പൊ എന്റെ മക്കൾ എഴുതിക്കോ, RX. ആർ എന്ന് പറഞ്ഞാൽ എന്താ? ആൽക്കൈൽ. എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഹാലജൻ. അപ്പൊ നമുക്ക് RX എന്ന് എഴുതിക്കൂടെ ആൽക്കൈൽ ഹാലൈഡ്സിനെ? അപ്പൊ ഇതിന്റെ പരിപാടി എങ്ങനെയാന്ന് നോക്കിക്കോ. RX, ഇത് ഞാൻ പഠിക്കാൻ ഒരു എളുപ്പവഴി കാണിച്ചു തരാം കേട്ടോ. RX പ്ലസ് Na R XR. ഇതും വേണ്ട. ഓക്കെ, അതായത് ഞാൻ പറഞ്ഞു 2 RX വേണമെന്ന് പറഞ്ഞില്ലേ, അതിനൊന്ന് അങ്ങോട്ട് ഇങ്ങോട്ട് നീക്കി എഴുതി, നടുക്ക് ആ സോഡിയത്തിന് എഴുതി. ഇത് എന്തിനാ അങ്ങനെ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാല് എനിക്ക് ആ റിയാക്ഷൻ കുറച്ചുകൂടി ഭംഗിയിൽ പോണത് കാണിച്ചു തരാൻ. അതെ, ഈ സോഡിയവും ഹാലജനും കൂടിയിട്ട് NaX ആയിട്ട് പോകും. ഈ സോഡിയവും ഈ ഹാലജനും കൂടിയിട്ട് NaX ആയിട്ട് പോകും. അപ്പൊ എനിക്ക് എന്തൊക്കെ പ്രൊഡക്റ്റ് ആയി? ഇപ്പൊ തന്നെ 2 NaX കിട്ടി. ഒരു പ്രൊഡക്റ്റ് പഠിച്ചു കഴിഞ്ഞോ? പിന്നെ ബാക്കി എന്തൊക്കെ സാധനങ്ങളാ ഉള്ളത്? ഇവിടെ ഒരു R ഗ്രൂപ്പ്, ഇവിടെ ഒരു R ഗ്രൂപ്പ്. അത് രണ്ടും കൂടിയിട്ട് എനിക്ക് ആൽക്കേൻ ആയിട്ട് മാറും. ഓക്കെ, ഇങ്ങനെയാണ് എന്റെ റിയാക്ഷൻ വരുന്നത്. മനസ്സിലായോ? ഡൗട്ട് ഉണ്ട് വൈഷ്ണവി? യെസ് വൈഷ്ണവ് പറഞ്ഞു. ഈ റിയാക്ഷൻ മൊത്തമാണോ വേണ്ടത്? അത് എഴുതിയതാണോ മനസ്സിലാവാനത്? ഓക്കെ, ഞാൻ പറഞ്ഞു നമുക്ക് ഓക്കെ, ആൽക്കെയിൻസിനെയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അതിനാദ്യം നമ്മൾ പഠിച്ചത് എന്തായിരുന്നു? ഹൈഡ്രോജനേഷൻ റിയാക്ഷൻസ് ആണ്. സെക്കൻഡ് ആയിട്ട് ഞാനിപ്പോ പഠിപ്പിച്ച റിയാക്ഷന്റെ പേരാണ് വുഡ്സ് റിയാക്ഷൻ. അപ്പൊ വുഡ്സ് റിയാക്ഷനിൽ ഞാൻ യൂസ് ചെയ്യുന്നത് ആൽക്കൈൽ ഹാലൈഡുകളെയാണ്. ഓക്കെ, ആൽക്കൈൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? CH3 അല്ലെങ്കിൽ C2H5 എന്നൊക്കെ പോലെയുള്ള ആൾക്കാരാണ് ആൽക്കൈൽ എന്ന് പറയുന്നത്. ഹാലൈഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹാലജൻ ഗ്രൂപ്പ് ഉള്ള ആൾക്കാർ. ഹാലജൻസിനെയാണ് നമ്മൾ നമ്മുടെ എക്സ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യുക. ഈ ആൽക്കൈൽ ഗ്രൂപ്പും ഹാലജനും കൂടിയിട്ടുള്ള ആളാണ് ആൽക്കൈൽ ഹാലൈഡ് എന്ന് പറയുന്നത്. ആൽക്കൈൽസിനെ നമ്മൾ യൂഷ്വലി R വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്യുക, ഹാലജൻസിനെ X വെച്ചിട്ടും. അപ്പൊ ആൽക്കൈൽ ഹാലൈഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് RX എന്ന് പറഞ്ഞിട്ട് എഴുതാം. അത്രയും കാര്യം ക്ലിയർ ആണോ? ഓക്കെ, ഞാൻ എന്നിട്ട് എന്ത് ചെയ്തു?
RX ആയിട്ട് 2 ആൾക്കാരെ എടുത്തു, അതായത് 2 ആൽക്കൈൽ ഹാലൈഡ്സിനെ ഞാൻ എടുത്തു. ഒറ്റ മിനിറ്റ്, സ്ലൈഡിൽ എഴുതാം. 2 RXന് എനിക്ക് വേണം ഈ റിയാക്ഷൻ നടക്കാൻ. ഞാൻ പറഞ്ഞു സോഡിയം ആയിട്ടാണ് ഞാൻ റിയാക്ഷൻ നടത്തുന്നത്. എന്തിന്റെ പ്രസൻസില്? ഡ്രൈ ഈതറിന്റെ പ്രസൻസിൽ. ഇതിപ്പോ ഡയറക്റ്റ് ഇവിടെ എഴുതി കാണാപാഠം പഠിച്ചു എന്ന് പറയേണ്ട ആവശ്യം എനിക്കുള്ളൂ നിങ്ങളോട് എല്ലാവരോടും. പക്ഷെ നിങ്ങൾ ഓർത്തോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇപ്പൊ താഴെ ഒരു സെറ്റപ്പ് എഴുതി കാണിച്ചു തന്നത്. അപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതെ RX എന്ന് പറഞ്ഞ് ഇങ്ങനെ എടുത്ത് എഴുതിക്കോ. ഓക്കെ, ഒരു RX കഴിഞ്ഞില്ലേ, ഇനി ഒരെണ്ണം കൂടി ഇല്ലേ? അതിനു മുമ്പ് ദേ ഈ 2Na എന്നുള്ളതിന് നിങ്ങൾ വേണമെങ്കിൽ NaNA എന്ന് എഴുതിക്കോ. ഓക്കെ, എന്നിട്ട് ദേ വീണ്ടും ഒരു RX കൂടി ഇല്ലേ? അതിനിപ്പോ ഞാൻ XR എന്ന് എഴുതി എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? വേറെ ബോണ്ടൊന്നും ഇല്ലല്ലോ. RX എന്നുള്ളതിന് ഞാൻ XR എന്ന് എഴുതി, അത്രേ ഉള്ളൂ. ഇനി എന്താ സംഭവിക്കണേന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാല് ഇതിൽ ഞാൻ ഡ്രൈ ഈതർ ഇട്ടിട്ട് റിയാക്ഷൻ നടത്തല്ലേ. ആ റിയാക്ഷൻ നടത്തുമ്പോ എന്റെ ഒരു സോഡിയം ഈ ഹാലജന്റെ കൂടെ പോകും, വേറെ സോഡിയം ഈ വേറെ ഹാലജന്റെ കൂടെ പോകും. അപ്പൊ എനിക്ക് എന്തൊക്കെ കിട്ടും? 2 NaX എന്ന് പറഞ്ഞ ഒരു പ്രൊഡക്റ്റ് കിട്ടും. ബാക്കി എന്തൊക്കെയുള്ളത്? ഇവിടെ ഒരു R ഗ്രൂപ്പ് ഉണ്ട്, ഇവിടെ ഒരു R ഗ്രൂപ്പ് ഉണ്ട്. ഇവര് രണ്ടുപേരും കൂടെ ജോയിൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് RR എന്ന് പറഞ്ഞ ഒരു പ്രൊഡക്റ്റ് കിട്ടും. അതൊരു ആൽക്കെയിൻ ആണ്. അങ്ങനെയാണ് ഞാൻ ഈ വുഡ്സ് റിയാക്ഷൻ വെച്ചിട്ട് ആൽക്കെയിൻ ഉണ്ടാക്കുന്നത്. ഓക്കെ, ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, എഴുതിയെന്നുണ്ടെങ്കിൽ മക്കള് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്തോ. CH3Cl അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ഞാൻ ചെയ്തുതരാം, രണ്ടെണ്ണല്ലേ? യെസ്, ഒരു ക്വസ്റ്റ്യൻ ഞാൻ ചെയ്തുതരാം. ഞാൻ പറഞ്ഞു ഇത് RX എന്ന് പറഞ്ഞ ഒരു ഫോർമുലയിലാണ് ഇരിക്കുന്നത് അല്ലെ. അപ്പൊ NaX എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് കിട്ടാം. അപ്പൊ NaCl 2 എണ്ണം കിട്ടും. പിന്നെ RR എന്ന് പറഞ്ഞൊരു പ്രൊഡക്റ്റ്, R എന്ന് പറഞ്ഞ CH3 ആണ്. അപ്പൊ CH3. അപ്പൊ താഴത്തെ ക്വസ്റ്റ്യന്റെ മക്കള് വേഗം ചെയ്തോ. സോഡിയം, ഇവിടുത്തെ ഹാലജൻ എന്ന് പറഞ്ഞത് ബ്രോമിൻ ആണ്. അപ്പൊ NaBr എന്ന് പറഞ്ഞിട്ട് പോവും. അപ്പൊ 2NaBr. ഇതെന്താണ് പ്രൊഡക്റ്റ് കിട്ടാന്ന് വേഗം എഴുതിക്കോ. ഇതാണ് എന്റെ R ഗ്രൂപ്പ്. അപ്പൊ വേഗം എഴുതിക്കോ. ആരെങ്കിലും ഒന്ന് കമന്റ് ചെയ്ത് ഞാൻ നോക്കട്ടെ, ആർക്കെങ്കിലും മനസ്സിലായെന്ന് എനിക്കറിയണ്ടേ. യെസ് നിഹാൽ, കറക്റ്റ് ആണ്. ബാക്കി ആരെങ്കിലും കമന്റ് ചെയ്തേ നോക്കട്ടെ. ഒരാളുടെ കമന്റ് എനിക്ക് കിട്ടിയുള്ളൂ. സൈബ എന്താണ് ഡൗട്ട്? സൈബ അൺമ്യൂട്ട് ചെയ്ത് എന്റെ അടുത്ത് പറഞ്ഞോളൂ, അല്ലെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്തോളൂ, അല്ലെങ്കിൽ കമന്റ് ചെയ്തോളൂ. എവിടെയാണ് സൈബ? യെസ് സൈബ, എന്താ ക്യാമറ ഓൺ ചെയ്യാത്തത്? ഹലോ, എന്നെ കേൾക്കാൻ പറ്റുന്നുണ്ടോ? യെസ് സൈബ, ആ പറഞ്ഞു, എന്താ ഡൗട്ട്? മനസ്സിലായിട്ടേ ഇല്ല ചേട്ടാ. ആൽക്കൈൽ ഹാലൈഡ്സ് എന്താണെന്നറിയോ? ആൽക്കൈൽ ഗ്രൂപ്പ് എന്താണെന്നറിയോ? ഹലോ സൈബ, പോയാ ചേട്ടാ? ഹലോ, യെസ് വൈഷ്ണവ്, കറക്റ്റ് ആണ്. ഇപ്പുറത്തേക്ക് കാണിച്ചതന്നെ. CH3 CH2 കഴിഞ്ഞിട്ടില്ല. CH3 CH2 CH2 CH3 അതാണ് ആൻസർ. ഒരൊറ്റ മിനിറ്റ് സൈബ, ഇപ്പൊ ഞാൻ വരാവേ. സൈബനെ കാണാനില്ല എന്തായാലും ഇപ്പൊ ക്ലാസ്സിൽ. സൈബ ലീവായി പോയി തോന്നുന്നുണ്ട്. ഞാൻ പറഞ്ഞു ഇതാണ് എന്റെ R ഗ്രൂപ്പ്. R എന്നാണ് എന്റെ പ്രൊഡക്റ്റ് വേണ്ടത്. അപ്പൊ എനിക്ക് എന്താ കിട്ടേണ്ടത്? CH3 CH2 CH2 CH.
ഇങ്ങനെയാണ് വേണ്ടത്. അങ്ങനെ വരില്ല കേട്ടോ ഐശ്വര്യ. സൈബ ലെഫ്റ്റ് ആയി പോയോ? സൈബ ഒന്ന് ക്യാമറ ഓൺ ചെയ്യൂ. ഹലോ സൈബ, ക്യാമറ ഓൺ ചെയ്യൂ. സൈബ അല്ലെങ്കിൽ ലാസ്റ്റ് സ്റ്റേ ചെയ്യണേ, കാരണം ഞാനിതിപ്പോ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വീണ്ടും ടൈം പൊക്കോണ്ടിരിക്കലുള്ളൂ. സൈബ എന്തായാലും ഡൗട്ട് ക്ലിയർ ചെയ്തിട്ട് പോയാൽ മതി, അല്ലെങ്കിൽ ഇപ്പൊ ക്യാമറ ഓൺ ചെയ്യാനൊക്കെ ടൈം എടുത്ത് നമ്മൾ ക്ലാസ്സിലാകാവണ്ടെന്ന് വെച്ചിട്ടാണ്. ഓക്കെ, ലാസ്റ്റ് സ്റ്റേ ബാക്ക് ചെയ്തിട്ട് എന്റെ അടുത്ത് ഡൗട്ട് ക്ലിയർ ചെയ്തിട്ട് പോയാൽ മതി കേട്ടോ. ഓക്കെ, ഓക്കെ ആണോ സൈബ? ഒന്ന് കമന്റ് ചെയ്യട്ടോ. ശരി, എന്റെ മക്കള് നെക്സ്റ്റ് എഴുതിക്കോ. നെക്സ്റ്റ് ആൽക്കൈൽ ഹാലൈറ്റ്സ് എന്നുള്ള മെത്തേഡ് എഴുതിക്കോ. റിഡക്ഷൻ ഓഫ് ആൽക്കൈൽ ഹാലൈറ്റ്സ്. ആൽക്കൈൽ ഹാലൈറ്റ്സിന്റെ റിഡക്ഷൻ. പക്ഷെ ഫ്ലൂറൈഡ്സിന് ഇത് നടക്കില്ല. ആൽക്കൈൽ ഹാലൈറ്റ്സ് എന്ന് പറഞ്ഞാല് RX ഫോർമുല. എക്സ് എന്ന് പറഞ്ഞാല് ആരൊക്കെയാ? ക്ലോറിൻ, ഫ്ലൂറിൻ, ബ്രോമിൻ, അയഡിൻ അല്ലെ. ഇതിനകത്ത് ഫ്ലൂറിൻ ഉള്ളത് ഈ റിയാക്ഷന് പറ്റില്ല. ഓക്കെ, അപ്പൊ എഴുതിക്കോ. ആൽക്കൈൽ ഹാലൈറ്റ്സ് എക്സെപ്റ്റ് ഫ്ലൂറൈഡ്സ് give this reduction with zinc and dilute HCl. Zinc and dilute HCl. അപ്പൊ എന്റെ മക്കൾ റിയാക്ഷൻ എഴുതിക്കോ. RX plus H2 റിഡക്ഷൻ റിയാക്ഷൻ, അഡീഷൻ ഓഫ് ഹൈഡ്രജൻ അല്ലേ, അല്ലെങ്കിൽ റിമൂവൽ ഓഫ് ഓക്സിജൻ. ഇതൊക്കെ പഠിച്ചിട്ടില്ലേ? ഇതൊക്കെ പഠിച്ചതൊക്കെ എപ്പോഴും കൂടെ വേണം, അവിടെ ഇവിടെ ഇട്ട് വരരുത്. അപ്പൊ എന്താ സംഭവിക്കുക? സിങ്കും HCl ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോ ഈ എക്സിന്റെ കൂടെ ഈ H ഇവിടെ വരും. ഓക്കെ, മറ്റേ H എന്തായിട്ട് പോവും? ഇതിന്റെ കൂടെ പോവും. അതായത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ RXും H2 വരുന്ന സമയത്ത് RX പ്ലസ് H-H അല്ലെങ്കിൽ H ബോണ്ട് H വന്നിട്ട് ഒരു H ഇതിന്റെ കൂടെയും ഒരു H ഇതിന്റെ കൂടെയും പോയിട്ട് നമുക്ക് RH എന്നും HX എന്നും കിട്ടും. ഇതൊന്നല്ല ഇതിന്റെ മെക്കാനിസം, ഇത് ഞാൻ നിങ്ങൾ ഓർക്കാൻ വേണ്ടി പറഞ്ഞു തരുന്നതാണ്. ഡൈല്യൂട്ട് HCl എന്താണ്? നമ്മൾ കുറെ വെള്ളം ഒഴിച്ചിട്ടുള്ള സാധനം ഡൈല്യൂട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? മോർ amount ഓഫ് വാട്ടർ, ലെസ് amount ഓഫ് നമ്മുടെ പർട്ടിക്കുലർ ആയിട്ടുള്ള സൊല്യൂട്ട്. ഓക്കെ, അപ്പൊ ഡൈല്യൂട്ട് HCl എന്ന് പറഞ്ഞാല് HCl ന്റെ കോൺസെൻട്രേഷൻ കുറവായിരിക്കും, കൂടുതൽ വെള്ളമായിരിക്കും. കോൺസെൻട്രേറ്റഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ പർട്ടിക്കുലർ ആയിട്ടുള്ള കെമിക്കലിന്റെ കണ്ടന്റ് ആയിരിക്കും കൂടുതൽ. ഞാൻ ഒന്നും വേണ്ട, ഉപ്പ് വെള്ളം നിങ്ങളുടെ അടുത്ത് നോർമൽ ആയിട്ട് ഉപ്പ് വെള്ളം എടുത്ത് തരാൻ പറയുമ്പോൾ നിങ്ങൾ അതിനകത്ത് കുറെ ഉപ്പിട്ടിട്ട് വന്നു കഴിഞ്ഞിട്ട് വല്ല കാര്യമുണ്ട്? അപ്പൊ നിങ്ങളുടെ അടുത്ത് ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് വരാൻ പറയും, അതിനൊന്ന് ഡൈല്യൂട്ട് ചെയ്യാൻ പറയും. പക്ഷെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ആവശ്യത്തിന്, ഇപ്പൊ ചെടിക്ക് വളമായിട്ട് ഒഴിക്കാനാണ് ഉപ്പ് വെള്ളം വേണ്ടതെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ഉപ്പിൽ ചിലപ്പോൾ ഒഴിക്കേണ്ടി വരും. അപ്പൊ നിങ്ങൾ അതിനനുസരിച്ച് സ്ട്രോങ് ആയിട്ട് കലക്കേണ്ടി വരും അല്ലെ. കുറച്ചധികം ഉപ്പ് ചിലപ്പോൾ ഒരു ഇച്ചിരി വെള്ളത്തിൽ ആഡ് ചെയ്യേണ്ടി വരും. അങ്ങനെ കിട്ടുന്നതാണ് കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ. ശരി, ഇത് എഴുതിയോ റിയാക്ഷൻ? ആൽക്കൈൽ ഹാലൈറ്റ്സിന്റെ സെക്കൻഡ് റിയാക്ഷൻ എഴുതിയോ? റിഡക്ഷൻ. അപ്പൊ റിഡക്ഷന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫ്ലൂറൈഡ്സിനെ റെഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. എന്തായിട്ട് ട്രീറ്റ് ചെയ്യുന്നത്? സിങ്കും HCl ആയിട്ട് ട്രീറ്റ് ചെയ്യുക. അപ്പൊ നമുക്ക് ആൽക്കെയിൻസിനെ കിട്ടും. കഴിഞ്ഞോ? അപ്പൊ എന്റെ മക്കൾ നെക്സ്റ്റ് വൺ എഴുതിക്കോ. താഴത്തെ റിയാക്ഷൻ തന്നെ എഴുതിക്കോ. CH3Cl plus H2 in the presence of zinc and HCl gives. നേരത്തെ പറഞ്ഞ പോലെ തന്നെ രണ്ട് ഹൈഡ്രജൻ ബ്രേക്ക് ആയിട്ട് ഓരോന്നിന്റെ കൂടെ പോവും. ഒരു ഹൈഡ്രജൻ ഇവിടെയും ഒരു ഹൈഡ്രജൻ ഇവിടെയും. HCl plus CH3H. CH3H എന്ന് പറഞ്ഞാൽ എന്താടാ? CH4. CH3H എന്നൊന്നും ആരും എഴുതി വെക്കരുത് കേട്ടോ, തമ്പുരാനറിയാം, എനിക്ക് എഴുതി വെക്കും. അതെങ്ങനെ CH4 ആയെന്നാ? മുകളിൽ ഞാൻ എന്താ പറഞ്ഞത്? RX
പ്ലസ് H2. അപ്പൊ RX-ഉം H2 എന്ന് പറഞ്ഞാൽ H എന്ന് എഴുതാം. ഒരെണ്ണം ഇവിടെ പോകുന്നു, ഒരെണ്ണം ഇവിടെ പോകുന്നു. അതുപോലെ തന്നെ CH3Cl പ്ലസ് H2 എന്ന് പറയുമ്പോൾ ഈ ബോണ്ട് ഇവിടെ ബ്രേക്ക് ആയിട്ട് ഒരു ഹൈഡ്രജൻ ക്ലോറിന്റെ കൂടെയും മറ്റേ ഹൈഡ്രജൻ CH3യുടെ കൂടെയും പോകുന്നു. അപ്പൊ എനിക്ക് എന്താ കിട്ടുന്നത്? CH3H-ഉം കിട്ടും, HCl-ഉം കിട്ടും. CH3H-നെ എനിക്ക് CH4 എന്ന് എഴുതിക്കൂടെ? ഞാൻ നിങ്ങളെ കഴിഞ്ഞ ചാപ്റ്ററിൽ പല ടൈപ്പ് ഓഫ് ഫോർമുലാസ് പഠിപ്പിച്ചു തന്നിട്ടുണ്ടായില്ലേ? കമ്പൈൻഡ് ആയിട്ടുള്ളത്, എക്സ്പാൻഡഡ് ആയിട്ടുള്ളത്, കെമിക്കൽ ഫോർമുലാസ് ഓർഗാനിക് കോമ്പൗണ്ട്സിന്റെ. അതിനകത്ത് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായി കാർബണിന്റെ എണ്ണൊക്കെ ഒരുമിച്ച് എഴുതാം, ഹൈഡ്രജന്റെ എണ്ണൊക്കെ ഒരുമിച്ച് എഴുതാം എന്നൊക്കെ പറഞ്ഞിട്ട്. അതന്നെ. ഓക്കെ, ഇത് കഴിഞ്ഞോ എല്ലാവരുടെയും? യെസ്. പിന്നെ മക്കളെ എഴുതിക്കോ, ലാസ്റ്റ് മെത്തേഡ് ഫോർ ദ പ്രിപ്പറേഷൻ ഓഫ് ആൽക്കീൻസ് ഫ്രം കാർബോക്സിലിക് ആസിഡ്സ്. കാർബോക്സിലിക് ആസിഡിൽ നിന്ന് എങ്ങനെ ഉണ്ടാക്കാന്ന്. അപ്പൊ ഫസ്റ്റ് മെത്തേഡ് ഡീകാർബോക്സിലേഷൻ റിയാക്ഷൻ. അപ്പൊ ഡീകാർബോക്സിലേഷൻ റിയാക്ഷൻ എന്ന് പറഞ്ഞാല് കാർബൺ ഡയോക്സൈഡിനെ റിമൂവ് ചെയ്യുന്ന റിയാക്ഷൻ, അതിനെയാണ് ഡീകാർബോക്സിലേഷൻ എന്ന് വിളിക്കുക. അപ്പൊ ഞാൻ അതിന് വേണ്ടിയിട്ട് എടുക്കുന്നത് കാർബോക്സിലിക് ആസിഡ് എന്ന് പറഞ്ഞാൽ എന്താ? കാർബോക്സിലിക് ആസിഡ് എന്ന് പറഞ്ഞാല് COOH എന്ന് പറഞ്ഞ ഫങ്ഷണൽ ഗ്രൂപ്പ് ഉള്ള ആൾക്കാരെയാണ് ഞാൻ കാർബോക്സിലിക് ആസിഡ്സ് എന്ന് വിളിക്കുക. ഓക്കെ, അതിന് സോഡിയം സോൾട്ട് എടുക്കാന്ന് പറഞ്ഞാല് ഈ ഹൈഡ്രജൻ മാറ്റിയിട്ട് സോഡിയം ആയിട്ടിരിക്കുന്ന ആൾക്കാര്, COONA എന്ന് പറഞ്ഞിട്ടിരിക്കുന്ന ആൾക്കാര്, അതിനെ എടുത്തിട്ട് ഞാൻ സോഡ ലൈം ആയിട്ടാണ് ചൂടാക്കുന്നത്. അതെന്തിനാ സോഡ ലൈം ആയിട്ട് ചൂടാക്കണേന്ന് അറിയോ? ഈ കാർബൺ ഡയോക്സൈഡിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോഡ ലൈം എന്ന് പറഞ്ഞാല് NaOH-ഉം COO-ന്റെ ഒരു മിക്സ്ചർ ആണ്. ഓക്കെ, സോഡ സോഡിയം ഹൈഡ്രോക്സൈഡ്, CaO എന്ന് പറഞ്ഞാല് ക്വിക്ക് ലൈം. ഓക്കെ, ഈ രണ്ട് സാധനത്തിന്റെ കൂടെ മിക്സ്ചറിനെയാണ് ഞാൻ സോഡ ലൈം എന്ന് വിളിക്കുന്നത്. അത് ഞാൻ ഈ റിയാക്ഷനിൽ ആഡ് ചെയ്യുന്നത് കാർബൺ ഡയോക്സൈഡിനെ റിമൂവ് ചെയ്യാൻ. ഇതൊക്കെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കും. എന്തിനാണ് ഞാൻ സോഡ ലൈം മിക്സ്ചർ ആഡ് ചെയ്തത്? എനിക്ക് വേറെ എന്തെങ്കിലും മിക്സ്ചർ ആഡ് ചെയ്താൽ പോരെ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കോമ്പൗണ്ട് ആഡ് ചെയ്തുകൂടെ എന്ന് ചോദിക്കും. അപ്പൊ നിങ്ങൾ എന്ത് പറയണം? NaOH ആൻഡ് CaO ആഡ് ചെയ്താലാണ് എന്റെ സോഡിയം സോൾട്ടിനകത്തുള്ള കാർബൺ ഡയോക്സൈഡിനെ എനിക്ക് റിമൂവ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, it contains one carbon atom less than carboxylic acid. എന്റെ കാർബോക്സിലിക് ആസിഡിനേക്കാളും ഒരു കാർബൺ കുറവായിട്ടുള്ള പ്രൊഡക്റ്റ് എനിക്ക് കിട്ടാന്ന്. അതെന്തുകൊണ്ടാ? CO2 എന്ന് പറഞ്ഞ സാധനം പുറത്തു പോവില്ലേ? ഓക്കെ, ജിഷ്ണ, 2-3 ടൈപ്പ് ഓഫ് ലൈം ഉണ്ട്. ക്വിക്ക് ലൈം ഉണ്ട്, സ്ലേക്കഡ് ലൈം ഉണ്ട്. ഓക്കെ, പിന്നെ മക്കളെ എഴുതിക്കോ റിയാക്ഷൻ RCOONA. ഇതിപ്പോ ഒരു ജനറൽ ഫോർമുല ആയിട്ട് എഴുതിയെന്നുള്ളൂ. ആറിന്റെ സ്ഥാനത്ത് ആര് വേണമെങ്കിലും ആവാം. CH3 C2H5 C3H7 എന്ത് വേണേലും ആവാം. ഓക്കെ, അപ്പൊ ഇതൊരു സോഡിയം സോൾട്ട് ഓഫ് ആസിഡ് ആണ്, RCOONA. അതിനെ ഞാൻ NaOH ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നു CaO-ന്റെ പ്രസൻസിൽ. ഈ റിയാക്ഷൻ ഞാൻ എന്തിനാ ചെയ്യുന്നത്? ആൽക്കെയിനെ ഉണ്ടാക്കാൻ വേണ്ടിട്ടല്ലേ. ഞാൻ പറഞ്ഞില്ലേ എന്റെ കാർബൺ ഡയോക്സൈഡ് റിമൂവ് ആയി പോകുന്നു. അപ്പൊ എന്റെ CO2 പോവും. ഓക്കെ, എന്ത് ഫോമിലാ പോകുന്നത്? Na2CO3. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ സാധനത്തിനെയും ആഡ് ചെയ്തത്. ആകെപ്പാട് ഇതിനകത്തുനിന്ന് ഒരു ഹൈഡ്രജനെ മാത്രം എടുത്തിട്ട് ഞാൻ ഇതിന്റെ കൂടെ വിട്ടത്. ബാക്കി എല്ലാത്തിനെയും ഒരുമിച്ചാക്കിയിട്ട് ഞാൻ Na2CO3 എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പുറത്തേക്ക് തള്ളി. എനിക്ക് ആവശ്യമില്ല. ഓക്കെ, അപ്പൊ എഴുതി വെച്ചോ ഡീകാർബോക്സിലേഷൻ റിയാക്ഷൻ. യെസ് ഇഷാൻ, 9 o'clock കറക്റ്റ് നിർത്തണം എന്നൊന്നുമില്ല. 8:59 പറഞ്ഞേക്കാം 9 PM ആയി എന്നൊക്കെ. 9:30 വരെ ഇരുത്തും വേണം. ഞാനൊരു പാവായിപ്പോയി. നിങ്ങൾ അങ്ങനെ ഇരുത്തിയിട്ട് കാര്യമില്ല, നിങ്ങൾ ശ്രദ്ധിക്കില്ല. അതുകൊണ്ട് ഞാൻ വിടും. ഒരു റിയാക്ഷൻ കൂടെ പറഞ്ഞു കഴിഞ്ഞിട്ട് വിടാട്ടാ. അപ്പൊ എന്റെ പ്രിപ്പറേഷൻ ഓഫ് ആൽക്കെയിൻസ് കഴിയും. അതുകൊണ്ടാണ് എന്തെങ്കിലും ഒരു ടോപ്പിക് പ്രോപ്പർ ആയിട്ട് നിർത്തണ്ട, അല്ലെങ്കിൽ അടുത്ത ക്ലാസ് വരുമ്പോൾ ഒരു സുഖം ഉണ്ടാവില്ല. ഒരു റിയാക്ഷനും കൂടെ. ഇത് എഴുതി കഴിഞ്ഞോ? കാർബോക്സിലിക് ആസിഡിന്റെ ഡീകാർബോക്സിലേഷൻ. അപ്പൊ അടുത്തത് എഴുതിക്കോ. ഇതൊന്ന് ജസ്റ്റ് എഴുതിക്കോ. ഈ ഒരു പ്രോബ്ലം ചെയ്തോ. യെസ് എൽവ, ഒരൊറ്റ പ്രോബ്ലം അല്ലേടാ. ഒരു 5 മിനിറ്റിന് നീ ഇപ്പൊ രാവിലെ സ്കൂളിൽ പോണ സമയത്തിന്റെ കണക്കൊക്കെ എന്നോട് പറഞ്ഞ് തന്നെ വിഷമിപ്പിക്കേണ്ട ആവശ്യമുണ്ടോ? അവൻ പറയാ രാവിലെ സ്കൂളിൽ പോണെന്ന്. എന്നിട്ട് 2 മിനിറ്റ് താഴെ എനിക്ക് 2 minutes 5 minutes ഇത്ര മതി. ഞാൻ പൊക്കോണ്ട്. അല്ലെ നീ 2 ചീത്ത വിളിച്ചിറക്കി വിട്ടോ.
ഇതിപ്പോ ആർ. ഓക്കെ, RCOONA. അപ്പൊ ഞാൻ പറഞ്ഞു ഇതിനകത്ത് ഈ ഒരു ഹൈഡ്രജൻ മാത്രം നമുക്ക് മതി, ഇതിവിടെ വരും. ബാക്കിയുള്ളത് Na2CO3 ആയിട്ട് പൊക്കോളും. അപ്പൊ എന്താ കിട്ടുന്നത്? CH4 പ്ലസ് Na2CO3. ഇത് ചെയ്യാൻ പറ്റിയോ? ചെയ്യാൻ പറ്റിയില്ലേ? യെസ്. അപ്പൊ അടുത്ത് എഴുതിക്കോ, കോൾ ബേസ് ഇലക്ട്രോലിറ്റിക് മെത്തേഡ്. ഇതിന്റെ സെക്കൻഡ് മെത്തേഡ് ആണ് കോൾ ബേസ് ഇലക്ട്രോലിറ്റിക് മെത്തേഡ്. വെരി ഗുഡ് ഗൈസ്. അപ്പൊ കോൾ ബേസ് ഇലക്ട്രോലിറ്റിക് മെത്തേഡ് എന്ന് പറഞ്ഞാല് നമ്മൾ നേരത്തെ എടുത്ത പോലെ തന്നെ ഇവിടെ സോഡിയം സോൾട്ട് മാത്രമല്ല, പൊട്ടാസ്യം സോൾട്ട് ആയാലും കുഴപ്പമില്ല. പക്ഷേ ഇവിടെ നമുക്ക് ഇലക്ട്രിസിറ്റി ഒക്കെ പാസ് ചെയ്യണം, കാരണം ഇലക്ട്രോലിസിസ് ആണ് ഈ മെത്തേഡ്. അപ്പൊ ഇവിടെ നമ്മൾ അക്വസ് സൊല്യൂഷൻ എടുക്കണം, അല്ലാണ്ട് സോളിഡ് ആയിട്ടിരുന്നാൽ ഇലക്ട്രിസിറ്റി പാസ് ആവില്ലല്ലോ. മോൾട്ടൻ ആയിട്ടിരിക്കണ്ടേ, അല്ലെങ്കിൽ സൊല്യൂഷൻ ആയിട്ടിരിക്കണ്ടേ. അപ്പോ നേരത്തെ വ്യത്യാസമായിട്ട് ഇവിടെ ഞാൻ അക്വസ് സൊല്യൂഷൻ എടുക്കുന്നു, അത് സോഡിയത്തിന്റെ അല്ലെങ്കിൽ പൊട്ടാസ്യത്തിന്റെ സോൾട്ട്. ഓക്കെ, നേരത്തെ ചെയ്ത പോലെ തന്നെ. അപ്പോ RCOONA ആവാം, അല്ലെങ്കിൽ RCOOK ആവാം. ഇതിന്റെ രണ്ടിന്റെയും ഏതിന്റെ ആണെങ്കിലും സൊല്യൂഷൻ എടുക്കണം. ഓക്കെ, എന്നിട്ട് ഞാൻ അതിനെ ഇലക്ട്രോലിസിസ് ചെയ്യും. അപ്പൊ ഇലക്ട്രോലിസിസ് ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും എന്ന് അവർ പറയുന്നത്? എനിക്ക് എന്റെ കറസ്പോണ്ടിങ് ആൽക്കെയിൻ കിട്ടും. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാല് ഈവൻ നമ്പർ ഓഫ് കാർബൺ ആറ്റം. നേരത്തെ ഒരു കാർബൺ ആറ്റം കുറവായിരുന്നു, പക്ഷെ ഇവിടെ വരുന്നത് ഈവൻ നമ്പർ ഓഫ് കാർബൺ ആറ്റം. അപ്പൊ എന്റെ മക്കൾ എഴുതിക്കോ, RCOONA അല്ലെങ്കിൽ RCOOK, ഏതായാലും കുഴപ്പമില്ല. അപ്പോ ഈവൻ നമ്പർ കിട്ടണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? 2 R ഗ്രൂപ്പ് വേണ്ടേ? അപ്പോ 2 എണ്ണെങ്കിലും മിനിമം വേണം സാധനം. ഓക്കെ, എന്നിട്ട് ഞാൻ ഇതിനകത്തേക്ക് കുറച്ച് വാട്ടർ ആഡ് ചെയ്തു. വാട്ടർ ആഡ് ചെയ്ത് എന്തിനാ? സൊല്യൂഷനിൽ എനിക്ക് വേണ്ടത് എന്റെ ഓർഗാനിക് കോമ്പൗണ്ടിന്റെ. യെസ്. എന്നിട്ട് ഞാൻ അതിനകത്തേക്ക് ഇലക്ട്രിസിറ്റി പാസ് ചെയ്തു. ഇലക്ട്രോലിസിസ് ആണെന്നല്ലേ ഞാൻ നിങ്ങളോട് പറഞ്ഞത്. അപ്പൊ എനിക്ക് എന്ത് കിട്ടും? ഈ സാധനമൊക്കെ പോയി, ഇവിടെ നിന്ന് ഒരു ഹൈഡ്രജൻ മാത്രം പോരെ എനിക്ക്. അപ്പൊ എന്റെ പ്രൊഡക്റ്റ് എങ്ങനെ ഇരിക്കും? നിങ്ങളൊന്ന് ഗസ് ചെയ്ത് നോക്കിയേ. കോൾ ബേസ് ഇലക്ട്രോലിസിന്റെ പ്രൊഡക്റ്റ് എങ്ങനെയായിരിക്കും വരാൻ പോണത്? ഗസ് ചെയ്യ. ഇവിടെ 2 R ഗ്രൂപ്പ് ആയിട്ട് വരും. Na2CO3 എന്തായാലും ഫോം ആവും. കമന്റ് ചെയ്യടാ. ഇഷാനെ ഇപ്പൊ പോവാടാ. അശോ, അവൻ എന്നെ ഇപ്പൊ ഓടിക്കും ചീത്ത പറഞ്ഞത്. ഇതിപ്പൊ വിടാതില്ല ഞാൻ. എന്റെ ആൻസർ നീ എഴുതു. നീ കമന്റ് ചെയ്ത് ഞാൻ നോക്കട്ടെ ശരിയാവോന്ന്. നിങ്ങൾ ആരെങ്കിലും കമന്റ് ചെയ്യോ നോക്കട്ടെ. ഞാൻ എന്തായാലും എല്ലാത്തിന്റെ ഫോർമുല നിങ്ങൾക്ക് പറഞ്ഞു തന്നതാ. ഇപ്പൊ പോ 8:59 തുടങ്ങിയത്. അപ്പൊ പോകുന്ന പറഞ്ഞിട്ട് വെറുതെ പറയണതാ. ആൻസർ പറയ്. ഇത് കഴിഞ്ഞ വിടാന്ന് പറഞ്ഞില്ലേ ഞാൻ? ആർ. അപ്പോഴല്ലേ ഈവൻ നമ്പർ ഓഫ് കാർബൺ ആറ്റം വരുള്ളൂ. ഇതൊക്കെ പോവും, പിന്നെ ആർ ഗ്രൂപ്പ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ CH3. അപ്പൊ ഇവിടെ ഒരു കാർബൺ, ഇവിടെ ഒരു കാർബൺ, മൊത്തത്തിൽ 2 കാർബൺ ആയില്ലേ? അപ്പൊ ഈവൻ നമ്പർ ഓഫ് കാർബൺ ആറ്റം ആയില്ലേ? ഇപ്പോഴാ ശരിയാവുള്ളൂ എന്ന്. നേരത്തെ ഒരു കാർബൺ കുറവാണെങ്കിൽ ഇവിടെ 2 കാർബൺ വരണം. യെസ് യെസ്. വൈഷ്ണവ് ആൻസർ കാണിക്കാനാണോ? പറഞ്ഞോ. യെസ്, വെരി ഗുഡ്, കറക്റ്റ് ആണ് കേട്ടോ. വെരി ഗുഡ്, വെരി ഗുഡ്. ബാക്കി എല്ലാവരുടെയും കഴിഞ്ഞോ? കഴിഞ്ഞുന്നുണ്ടെങ്കിൽ എന്റെ മക്കള് പോയിട്ട് എക്സാം എഴുതിയിട്ട് ലീവ് ചെയ്ത് പൊക്കോ. ഇനി ഡൗട്ട് ഉള്ള ആൾക്കാർ ഇവിടെ നിന്നോട്ടാ. സൈബ, ഹായ് സൈബ. നോട്ട് ചെക്ക് ചെയ്യാനുള്ളവർ പോരുത് കേട്ടാ. നോട്ട് ചെക്ക് ചെയ്യാനുള്ളവരോട് ഞാൻ നിൽക്കാൻ പറഞ്ഞിട്ടുണ്ടായി. നോട്ട് ചെക്ക് ചെയ്യാനുള്ള നെയിംസ് ഞാൻ ഒന്നും കൂടെ പറയാം. ഐശ്വര്യ, സന, വൈഗ, ശിവാനി, അഭിറാം, ബിപിൻ, ശാരദത്ത്, നിഹാൽ, വിശാഖൻ, വിഷ്ണു. ബാക്കിയുള്ളവർ പൊക്കോളൂ. സൈബ, ഹലോ, അൺമ്യൂട്ട് ചെയ്യൂ. എന്താണ് സൈബ പറഞ്ഞോ. ഏതായിരുന്നു സൈബന്റെ അടുത്ത് ചോദിച്ചത്? ആൽക്കൈൽ ഹാലൈറ്റ്സിന്റെ റിയാക്ഷൻ അല്ലേ? ഈ റിയാക്ഷൻ അല്ലേ?
ഇതിനകത്ത് ആർ എക്സ് എന്ന് പറഞ്ഞാല് മ്യൂട്ട് ചെയ്യണ്ട കേട്ടോ, എന്നോട് കണ്ടിന്യൂസ് സംസാരിച്ചുകൊണ്ടിരിക്കട്ടെ, മനസ്സിലാവാത്ത അവിടെ വെച്ച് പറഞ്ഞു. ശരി, ആൽക്കൈൽ ഹാലൈഡ് എന്ന് പറഞ്ഞാൽ ആർ എക്സ് ഫോമിലായിരിക്കും ഇരിക്കുക. അത് ക്ലിയർ ആണോ? ആർ എന്ന് പറയുന്നത് ആൽക്കൈൽ ഗ്രൂപ്പ് ആണ്, എക്സ് എന്ന് പറയുന്നത് ഹാലജൻ ആണെന്നുള്ളതൊക്കെ അത് ക്ലിയർ അല്ലേ? ഓക്കെ. അതിനെ ഞാൻ സോഡിയമായിട്ട് റിയാക്ട് ചെയ്യുന്നു. അത് ഡ്രൈ ഈതറിന്റെ പ്രസൻസിൽ ചെയ്താലാണ് ഈ റിയാക്ഷൻ എന്ന് പറയുന്നത് ഒരു വുഡ്സ് റിയാക്ഷൻ ആയിട്ട് മാറുള്ളൂ. ഓക്കെ, ഇത് ഞാൻ എങ്ങനെ ചെയ്തു എന്നുള്ളതാണ്, ആ മെക്കാനിസം ആണോ ചോദിക്കണത്. ക്ലിയർ ആയില്ല എന്ന്? യെസ്. അത് ഞാൻ എന്താ ചെയ്തതെന്ന് അറിയോ? ഇതിപ്പോ നമുക്ക് പഠിക്കാൻ എളുപ്പത്തിന് വേണ്ടി ഞാൻ ചെയ്തു വെച്ചൊരു പരിപാടിയാണ്. ഈ ആർ എക്സ് രണ്ടെണ്ണം വേണം നമുക്ക്. അപ്പൊ ആദ്യം ഒരു ആർ എക്സിന് ഇവിടെ എഴുതി, പിന്നെ ഞാൻ പറഞ്ഞില്ലേ 2 സോഡിയം വേണമെന്ന്, അപ്പൊ ഒരു സോഡിയത്തിന് ഇവിടെ എഴുതി, അതിന്റെ അപ്പുറത്ത് അടുത്ത സോഡിയത്തിന് എഴുതി. ഓക്കെ, പിന്നെ ഒരു ആർ എക്സും കൂടി ഇല്ലേ, അതിന് ഞാൻ തലതിരിച്ച് എഴുതി വെച്ചു, എക്സ് ആർ എന്ന് എഴുതി. ഓക്കെ, ഇനി ഞാൻ എന്റെ ഡ്രൈ ഈതർ ഇടുന്നു, ഹീറ്റ് ചെയ്യുന്നു. ഹീറ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കാന്നറിയോ? എക്സ് പോയിട്ട് സോഡിയത്തിന് പിടിക്കും, ഈ എക്സും പോയിട്ട് സോഡിയത്തിന് പിടിക്കും. അപ്പൊ എനിക്ക് എന്തൊക്കെ സാധനങ്ങൾ കിട്ടി? സോഡിയം എക്സ്, NaX എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് ഒരെണ്ണം കിട്ടി, ഇവിടെ നിന്ന് ഒരെണ്ണം കിട്ടി. അപ്പൊ മൊത്തത്തിൽ 2 NaX എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് ആയി. പിന്നെ ബാക്കി ഇവിടെ നിൽക്കുന്നത് ആരൊക്കെയാ? ഇവിടെ ഒരു ആർ ഗ്രൂപ്പ്, ഇവിടെ ഒരു ആർ ഗ്രൂപ്പ്. അവർ രണ്ടും കൂടെ ജോയിൻ ചെയ്തിട്ട് ആർ ആർ എന്ന് പറഞ്ഞ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആൽക്കെയിനെ എനിക്ക് കിട്ടും. ഓക്കെ, ഇതാണ് എന്റെ വുഡ്സ് റിയാക്ഷൻ. അപ്പൊ അതിന്റെ ഒരു എക്സാമ്പിൾ വേണമെങ്കിൽ നോക്കിക്കോ. അപ്പൊ ഞാൻ CH3Cl തരാം. CH3Cl പ്ലസ് 2Na. അപ്പൊ എന്താ സംഭവിക്കുക? പറഞ്ഞോ സൈബ, പറഞ്ഞോ. NaCl എന്ന് പറഞ്ഞിട്ട് ഒരു പ്രൊഡക്റ്റ് പോകും അല്ലെ? 2 Na ഉള്ളതുകൊണ്ട് 2NaCl പോയി. പിന്നെ എന്റെ 2 ആർ ഗ്രൂപ്പ് ജോയിൻ ചെയ്യും. ഇവിടുത്തെ ആർ ഗ്രൂപ്പ് ആരാ? യെസ്. അപ്പൊ CH3 ഇങ്ങനെയാണ് പ്രൊഡക്റ്റ് വരാം. ഓക്കെ, ശരി. ഈ നോട്ട് ചെക്കാനുള്ള ഒരു കാണിച്ചോ? ഐശ്വര്യ, ഫാത്തിമ, വൈഗ, ശിവാനി, അഭിറാം, ബിബിൻ, ശാരദൻ, നിഹാൽ, വിശാഖൻ, വിഷ്ണു. ഹാൻഡ് റൈസ് ചെയ്തോട്ടാ. ശിവാനി കാണിച്ചോ? ഒറ്റ മിനിറ്റ്. ഐശ്വര്യ ഗുഡ്, വൈഗ ആൻഡ് ചിന്മയ വെരി ഗുഡ്. ശിവാനി ഒരൊറ്റ മിനിറ്റ് കേട്ടാ. പറ. യെസ്, മാറ്റിക്കോ, മറിച്ചോ. കാണുന്നുണ്ട്, മറിച്ചോ, വെരി ഗുഡ്. ശരി. അപ്പൊ നല്ല ഭംഗിയിൽ എഴുതാനുള്ള സമയമൊക്കെ ഉണ്ടായില്ലേ? എന്നിട്ടാണ് കുറെ എണ്ണം എഴുതാണ്ടിരിക്കുന്നത് അവിടെ. വെരി ഗുഡ് ശിവാനി, നന്നായിട്ട് എഴുതിയിട്ടുണ്ട് കേട്ടാ. നിഹാൽ കാണിച്ചോ? കാണാം. മറിച്ചോ. ക്ലാരിറ്റി സീൻ ഉണ്ട്, കുഴപ്പമില്ല. ക്ലാസിഫിക്കേഷൻ ഒക്കെ എനിക്ക് കാണാം. ഓക്കെ. എനിക്കിങ്ങനെ വരച്ചേക്കണതൊക്കെ കാണാൻ പറ്റുള്ളൂ. കറക്റ്റ് എഴുതിയത് ഫുൾ ക്ലിയർ ആയിട്ട് കാണുന്നില്ലേ? സോ ഓക്കെ, എഴുതിയിട്ടുണ്ട് എന്തായാലും. വിശാഖ് ഒരു മിനിറ്റ് കേട്ടാ, പിൻ ചെയ്യാ. ഓക്കെ, കംപ്ലീറ്റ്. ഓക്കെ, ഏതെങ്കിലും റിയാക്ഷൻസ് വിട്ടു പോയിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ് ചെയ്തോളൂ കേട്ടാ. സിംഗിൾ ബോണ്ട് sp3 ഹൈബ്രിഡൈസ്ഡ്. ശരി. ഓക്കെ വിശാഖ്. ഞാൻ ഒറ്റ മിനിറ്റ് വിളിക്കാട്ടാ. വിശാഖ് കാണിച്ചു, നിഹാല് കാണിച്ചു, ശിവാനി കാണിച്ചു. യെസ്, വൈഗ കാണിച്ചോട്ടാ. ഓക്കെ, നന്നായിട്ട് എഴുതിയിട്ടുണ്ട്. മറിച്ചോ. ഗുഡ്. മറിച്ചോ. ഗുഡ്. ഓക്കെ, ഗുഡ്. ബിബിൻ. യെസ്, ഗുഡ്. അപ്പൊ നിങ്ങൾക്ക് വലിയ ക്ലാസ് ആണെങ്കിലും എല്ലാവർക്കും എഴുതാനൊക്കെ അറിയാലേ, മര്യാദയ്ക്ക് നോട്ട്. ശരി, ഗുഡ്. ബിബിൻ ഓക്കേടാ. ഐശ്വര്യ കാണിച്ചോളൂ.
അത് എഴുതിക്കോ, അത് എഴുതിക്കോ. അത് കുഴപ്പമില്ല. നന്നായിട്ട് നല്ല ഹാൻഡ് റൈറ്റ്. കൊള്ളാം. ഓക്കെ, ഗുഡ്. വൃത്തിയിൽ റിയാക്ഷൻസ് എഴുതിയാൽ തന്നെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. അതാണ് ഞാൻ നിങ്ങളോട് പറയണത്. ശരി, ഇനി ആരാ ഉള്ളത്? ഇനി ആരാ കാണിക്കാനുള്ളത്? ആൽബിൻ, ഫാത്തിമ, നഷ്വാൻ. ഫാത്തിമ, സന, ഹലോ. കാണിച്ചോട്ടാ. യെസ്, യെസ് ഐശ്വര്യ. ഓക്കെ, ഓക്കെ, ഗുഡ്. ഓക്കേടാ. ഓക്കെ സന. നഷ്വാൻ ഇല്ല. ഇല്ല. ഓക്കെ. അപ്പൊ ഓക്കെ ഗൈസ്, അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഗുഡ് നൈറ്റ്, ബൈ.